16-നാണ്. വേൾഡ് ഓസോൺ ഡേ എന്ന് പറയുന്നത് സെപ്റ്റംബർ 16-നാണ്. സെപ്റ്റംബർ 16-നാണ്. 2025 വേൾഡ് ഓസോൺ ഡേ എത്രാമത്തെയാണ്? 31st 31ാമത്തെയുമാണ്. ഇനി 2025 വേൾഡ് ഓസോൺ ഡേയുടെ തീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ എന്നാണ്. ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ. ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ എന്നുമാണ്. ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ എന്നുമാണ്. ഓക്കെ, ഈ ഓസോൺ ലെയറിനെ വിളിക്കുന്ന വേറെ പേരാണ് എന്ത്? എർത്ത് അംബ്രല്ല എന്ന്. ഓസോൺ ലെയറിനെ വിളിക്കുന്ന വേറെ പേരാണ് എന്ത്? എർത്ത് അംബ്രല്ല എന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഓസോൺ ലെയർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് 1985 നടന്നൊരു കൺവെൻഷൻ ഉണ്ട്. ആ കൺവെൻഷന്റെ പേരെന്താണ്? വിയന്ന കൺവെൻഷൻ എന്ന് പറയും. വിയന്ന എന്ന സ്ഥലം നമുക്കറിയാം, ഓസ്ട്രിയയിലാണ്. അവിടെ വെച്ചൊരു കൺവെൻഷൻ നടന്നു, വിയന്ന കൺവെൻഷൻ. ഓക്കെ, വിയന്ന കൺവെൻഷൻ. ഓസോൺ ലെയർ പ്രൊട്ടക്ഷൻ. ഓസോൺ ലെയർ പ്രൊട്ടക്ഷൻ. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമുക്ക് പറയാവുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പറയാവുന്ന ചോദ്യമാണ്. വിയന്ന ലെയർ കൺവെൻഷൻ പഠിച്ചു നമ്മൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ബി എസ് എൻ എൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റുമായിട്ട് അഗ്രിമെന്റ് ഒപ്പുവെച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റൂറൽ ഏരിയാസിലെ മൊബൈൽ കണക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ചോദ്യം എന്താണെന്ന് എന്നാണ് ഈ അഗ്രിമെന്റ് സൈൻ ചെയ്തത്? നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റിന് 1.65 ലക്ഷം പോസ്റ്റ് ഓഫീസുകളുണ്ട്. ഈ പോസ്റ്റ് ഓഫീസ് വഴി എന്ത് ചെയ്യുന്നു? നമ്മുടെ മൊബൈൽ സിം കാർഡ്, BSNL സിം കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇത് എന്നാണ് അഗ്രിമെന്റ് സൈൻ ചെയ്ത്? അഗ്രിമെന്റ് വാലിഡിറ്റി എത്ര? അതിനാണ് ഇവിടെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ പോസ്റ്റും നമ്മുടെ BSNലും തമ്മിൽ ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്തു. ആ അഗ്രിമെന്റ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് റൂറൽ ഏരിയാസിലെ മൊബൈൽ കണക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇവിടെ ചോദ്യം ഇതാണ്, ആ അഗ്രിമെന്റ് സൈൻ ചെയ്ത ദിവസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈൻ ചെയ്ത ദിവസം എന്നാണ് സെപ്റ്റംബർ 17, 2025 സെപ്റ്റംബർ 17, 2025 ഓക്കെ, ഈ അഗ്രിമെന്റ് വാലിഡിറ്റി എന്ന് പറയുന്നത് എത്ര വർഷമാണ്? 1 ഇയറുമാണ്. അഗ്രിമെന്റ് വാലിഡിറ്റി 1 ഇയറുമാണ്. ഇന്ത്യ പോസ്റ്റിന് എത്ര പോസ്റ്റ് ഓഫീസുകളാണ് ഉള്ളതെന്ന് വെച്ചാൽ അപ്രോക്സിമേറ്റ്ലി എത്രയുള്ളത്? 1.65 ലാക്ക് ആണ്. 1.65 ലാക്ക് പോസ്റ്റ് ഓഫീസുകൾ 1.65 ലാക്ക് പോസ്റ്റ് ഓഫീസുകളും ഇന്ത്യ പോസ്റ്റിനുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാവുന്ന ചോദ്യമുണ്ട്, ഏത് വർഷമാണ് നാഷണൽ എനർജി കൺസർവേഷൻ അവാർഡ് സ്ഥാപിച്ചത്? ഏത് വർഷമാണ് നാഷണൽ എനർജി കൺസർവേഷൻ അവാർഡ് സ്ഥാപിച്ച വർഷമെന്നാണ്? ആരാണ് ഈ അവാർഡ് കൊടുക്കുന്നത്? ഈ പ്രാവശ്യം പുതുതായിട്ട് ആഡ് ചെയ്ത കാറ്റഗറി ഏതാണ്? നാഷണൽ എനർജി കൺസർവേഷൻ അവാർഡ് സ്ഥാപിച്ച വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1991 1991 ആരാണ് ഈ അവാർഡ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ ഈ അവാർഡ് കൊടുക്കുന്നത്? അത് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ആണ്. ആരാണ്? ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുമാണ്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഈ പ്രാവശ്യം പുതിയ ആഡ് ചെയ്ത കാറ്റഗറി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അവാർഡ് ഫോർ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആൻഡ് ഇൻഫ്ലുവൻസേഴ്സ്. ഓക്കെ, പുതിയ കാറ്റഗറി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാറ്റഗറിയാണ് ഏത്? അവാർഡ് ഫോർ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്. കണ്ടന്റ്
ക്രിയേറ്റേഴ്സ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആൻഡ് ഇൻഫ്ലുവൻസേഴ്സ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആൻഡ് ഇൻഫ്ലുവൻസേഴ്സ് എന്നൊരു കാറ്റഗറിയുമാണ്. അവാർഡ് ഫോർ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആൻഡ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന കാറ്റഗറിയാണ് പുതുതായി ആഡ് ചെയ്ത കാറ്റഗറി. അപ്പൊ ആ പോയിന്റും അവിടെ മറക്കണ്ട, ആ പോയിന്റ് അവിടെ മറക്കണ്ട. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നമുക്ക് പറയാവുന്ന വേറെ ചോദ്യമുണ്ട്. നമ്മുടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന ക്യാബിനറ്റ് കമ്മിറ്റി, യൂണിയൻ ക്യാബിനറ്റ് പുതിയൊരു സ്കീം അനൗൺസ് ചെയ്തു. ആ സ്കീം എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്കീമിന് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ക്രിട്ടിക്കൽ മിനറലുകളെ റീസൈക്ലിംഗ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്രിട്ടിക്കൽ മിനറൽ റീസൈക്ലിംഗ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് ഒരു സ്കീം അനൗൺസ് ചെയ്തു. ആ സ്കീം നിലവിലുള്ള നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷന് കീഴിലുമാണ്. ഇവിടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ സ്കീമിന്റെ വാലിഡിറ്റി എന്ന് മുതൽ എന്ന് വരെയാണ്? ഈ സ്കീമിന്റെ ഔട്ട്ലേ എത്ര കോടി രൂപയാണ്? ഇവിടെ ഓപ്പറേഷണൽ എക്സ്പെൻഡിച്ചറിന്റെയും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെയും സബ്സിഡി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിമിറ്റ് എത്രയാണ്? അപ്പൊ ചോദ്യം, പിന്നെ ഈ സ്കീം വഴി എത്ര ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ജോബ് ക്രിയേഷൻ ആണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഡയറക്റ്റ് ഇൻഡയറക്റ്റ്, പിന്നെ എത്ര കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റുമാണ്? അപ്പൊ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഡി ഗവൺമെന്റ് അപ്രൂവ്ഡ് incentive scheme to promote incentive scheme to promote critical mineral recycling. ഓക്കെ, ഈ സ്കീം നമുക്കറിയാം 2025 സെപ്റ്റംബർ മാസത്തിലാണ് അനൗൺസ് ചെയ്തത്. ഈ സ്കീം ഏത് പ്രോഗ്രാമിന്റെ ഭാഗമാണ്? പാർട്ട് ഓഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് ഓഫ് ഏതാ പ്രോഗ്രാം? നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ എന്ന് പറയും. നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ NCMM ഭാഗമാണ്. ഇനി ഈ ഇൻസെന്റീവ് സ്കീമിന്റെ ഔട്ട്ലേ എത്രയാണ്? ഇൻസെന്റീവ് സ്കീം ഔട്ട്ലേ എത്ര കോടി രൂപയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്ര കോടി രൂപയാണ്? അത് 1500 കോടി രൂപയാണ്. എത്രയാണ്? 1500 കോടി രൂപയുമാണ്. ഓക്കെ, 1500 കോടി രൂപയാണ്. ഈ ഇൻസെന്റീവ് സ്കീമിന്റെ വാലിഡിറ്റി ഏത് വർഷം മുതൽ ഏത് വർഷം വരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാലിഡിറ്റി ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാ? 2025-26 മുതല് 2030-31 വരെ 6 വർഷമാണ് വാലിഡിറ്റി. 6 ഇയർ ആണ് ഇവിടെ വാലിഡിറ്റി പറയുന്നത്. ഇവിടെ നമ്മുടെ പ്ലാന്റുകൾ, നമ്മുടെ ക്രിട്ടിക്കൽ മിനറൽ പ്ലാന്റുകൾ, അവിടെ മെഷീനറി, മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് എത്രയാണ് സബ്സിഡി കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കാപ്പെക്സ് സബ്സിഡി ലിമിറ്റ് എത്രയാണ്? എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ശതമാനമാണ് അവിടെ? 20% ആണ്. 20% അവിടെ ലിമിറ്റ് വരുന്നുണ്ട്. അത് ആ ലിമിറ്റിലോട്ട് നമുക്ക് പോവാം. 20% ആണ് ഇപ്പൊ പറയുന്നത്. ഇനി ഓപ്പറേഷണൽ എക്സ്പെൻഡിച്ചർ സബ്സിഡി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷണൽ എക്സ്പെൻഡിച്ചർ സബ്സിഡി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവിടെ ഇതാണ് പറയുന്നത്. അവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ 2025-26 ആ 25-26 കാലയളവാണ് ബേസ് തുടങ്ങുന്ന വർഷം. ഓക്കെ, അവിടെ എത്രയാണ് സബ്സിഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് 25-26 എത്ര ശതമാനമാണ് സബ്സിഡി പറയുന്നത്? ഓക്കെ, ആ സബ്സിഡി കിട്ടുന്നത് സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ആണ്. അപ്പൊ നമുക്ക് സെക്കൻഡ് ഇയർ എന്ന് പറയാം. സെക്കൻഡ് ഇയറിൽ എത്രയാണ് സബ്സിഡി എന്ന് ചോദിച്ചാൽ 40% ആണ്. 40% ആണ്. ഓക്കെ, 40% ആണ്. ഇനി ആ ഫിഫ്ത് ഇയർ ഓൺവേർഡ്സ്, ഫിഫ്ത് ഇയറിൽ എത്ര സബ്സിഡി കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 60%. ഓക്കെ, അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. പിന്നെ ഇവിടെ ഒരു ഇൻസെന്റീവ് സ്കീം നമ്മൾ പറഞ്ഞു. ആ ഇൻസെന്റീവ് സ്കീമിന് ലിമിറ്റ് ഉണ്ട്. ഒരു ലാർജ് എൻറ്റിറ്റി ആണെങ്കിൽ ഇപ്പൊ ഈ ഓപ്പറേഷണൽ എക്സ്പെൻഡിച്ചർ സബ്സിഡിയും പിന്നെ കാപ്പെക്സ് സബ്സിഡിയും കൂട്ടിയിട്ട് എത്ര കിട്ടുക എന്ന് ചോദിച്ചാൽ ലാർജ് എൻറ്റിറ്റീസിന് OPEX പ്ലസ്
കാപ്പെക്സ് ആണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സബ്സിഡി മാക്സിമം എത്ര എമൗണ്ട് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം കിട്ടാവുന്ന എമൗണ്ട് എത്രയാണ്? അത് 50 കോടി രൂപ. എത്രയാണ്? 50 കോടി രൂപ. 50 കോടി രൂപയുമാണ്. അത് സ്മാൾ എൻറ്റിറ്റീസ് ആണെങ്കിൽ അവിടെ എത്രയാ സബ്സിഡി എന്ന് ചോദിച്ചാൽ ആ എമൗണ്ട് എത്രയെന്ന് വെച്ചാൽ മറ്റു പെർസെൻറ്റേജ് ആണ് പറഞ്ഞത്. നമ്മൾ പല ക്വസ്റ്റിനും അങ്ങനെ പഠിച്ചിട്ടുണ്ട്. എമൗണ്ട് എത്ര വരെ കിട്ടുള്ളൂ എന്ന് വെച്ചാൽ 25 കോടി രൂപയാണ്. 25 കോടി രൂപ, 25 കോടി രൂപയുമാണ്. അതിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഓപ്പറേഷണൽ എക്സ്പെൻഡിച്ചറിൽ എമൗണ്ട് മാക്സിമം എത്ര കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമൗണ്ട് എത്ര കിട്ടുക? ഒപ്പെക്സ് ഇതിപ്പം മൊത്തമായിട്ടാണ് പറഞ്ഞത്. ഒപ്പെക്സ് ലാർജ് എൻറ്റിറ്റീസ് ആണെങ്കിൽ ലഭിക്കുന്ന സബ്സിഡി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രയാണ്? 10 കോടി രൂപയാണ്. 10 കോടി രൂപയാണ്. ഇത് സ്മാൾ എൻറ്റിറ്റീസ് ആണെങ്കിൽ എത്ര കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടുന്നത്? അത് 5 കോടി രൂപയുമാണ്. 5 കോടി രൂപയുമാണ്. ഓക്കെ, ഈ സ്കീം നടപ്പിലാക്കുന്നത് വഴി എത്ര കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് പ്രതീക്ഷിക്കുന്നത്? ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? അത് 8000 കോടി രൂപ. എത്രയാണ് ഇൻവെസ്റ്റ്മെന്റ്? 8000 കോടി രൂപ. 8000 crore rupees ആണ്. ഓക്കെ, ഈ ഇൻസെന്റീവ് സ്കീം നടപ്പിലാക്കുന്ന വഴി എത്ര ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ജോബ് ക്രിയേറ്റ് ചെയ്യും? ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ജോബ് ക്രിയേഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യുന്നത് എത്രയാണ്? 70,000 ആണ്. 70,000 ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ജോബുകൾ ക്രിയേറ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നമുക്ക് പറയാവുന്ന വേറെ ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പറയാം. അപ്പോൾ എത്ര ജോബ് ക്രിയേറ്റ് ചെയ്യും? 70,000 ജോബുകളാണ്. 70,000 ജോബുകളാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാവുന്ന ഒരു പോർട്ടാണ് പോർട്ട് ഓഫ് സുവ എന്ന് പറയുന്നത്. ഈ പോർട്ട് ഓഫ് സുവ എന്ന് പറയുന്ന പോർട്ട് എവിടെയുള്ളത്? പോർട്ട് ഓഫ് സുവ എന്ന പോർട്ട് എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സുവ ഒരു രാഷ്ട്രത്തിന്റെ ക്യാപിറ്റലാണ്. ഏത് രാഷ്ട്രത്തിന്റെ ക്യാപിറ്റലാ? ആ രാഷ്ട്രത്തിന്റെ പേരാണ് ആ രാഷ്ട്ര പേര് ഫിജി എന്നുമാണ്. ഓക്കെ, ഫിജി എന്നുമാണ്. ആ ഫിജിയുടെ ക്യാപിറ്റലാണ് ഇത് സുവ എന്ന് പറയുന്നത്. ഫിജിയുടെ കറൻസി ഏതാണ്? ഫിജിയൻ ഡോളറുമാണ്. കറൻസി ഏതാണ്? ഫിജിയൻ ഡോളറുമാണ്. ഈ പോർട്ട് ഓഫ് സുവ വിസിറ്റ് ചെയ്ത ഇന്ത്യയുടെ ഒരു കപ്പലുണ്ട്. ആ കപ്പലിന്റെ പേരെന്താണ്? അതിന്റെ പേരാണ് INS കഡ്മാത്ത് എന്ന് പറയുന്നത്. INS കഡ്മാത്ത്. ഈ INS കഡ്മാത്ത് എന്ന് പറയുന്ന കപ്പൽ ഏത് ടൈപ്പ് കപ്പലാണ്? ഇന്ത്യൻ നേവിയുടെ ആന്റി സബ്മറൈൻ വാർഫെയർ കോർവെറ്റ് ആണ്. ഏതാ ടൈപ്പ്? ആന്റി സബ്മറൈൻ വാർഫെയർ കോർവെറ്റ് ആണ്. ആന്റി സബ്മറൈൻ വാർഫെയർ കോർവെറ്റ് ആണ് ഇത് INS കഡ്മാത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഫിജിയുടെ കറൻസി ഏതാണ്? ഫിജിയൻ ഡോളറുമാണെന്ന കാര്യം നമുക്കറിയാം. അതേമാതിരി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു റൈഡ് ഷെയറിംഗ് പ്ലാറ്റ്ഫോമാണ് റാപ്പിഡോ എന്ന് പറയുന്നത്. ആ റാപ്പിഡോ ലോഞ്ച് ചെയ്ത സീറോ കമ്മീഷൻ ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? റാപ്പിഡോ ലോഞ്ച് ചെയ്ത സീറോ കമ്മീഷൻ ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമിന്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ പേര്? അതിന്റെ പേരാണ് ഓൺലി എന്നൊരു OWNLY എന്ന് പറയും. അതേമാതിരി നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മിന്ത്ര എന്ന് പറയുന്ന സൈറ്റ്. മിന്ത്ര എന്ന സൈറ്റ് ഈ അടുത്ത കാലത്തായിട്ട് ഒരു ക്വിക്ക് ഡെലിവറി ബ്യൂട്ടി പ്രോഡക്റ്റ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തു. അതായത് ജസ്റ്റ് 30 മിനിറ്റിനുള്ളിൽ ഫാഷൻ ബ്യൂട്ടി ബ്രാൻഡുകൾ ബുക്ക് ചെയ്ത സ്ഥലത്ത് എത്തിക്കും. ഓക്കെ, അത് എല്ലാ സ്ഥലങ്ങളായിട്ടില്ല. ആ മിന്ത്ര ലോഞ്ച് ചെയ്ത അൾട്രാ ഫാസ്റ്റ് ബ്യൂട്ടി ഫാഷൻ പ്രോഡക്റ്റ് ഡെലിവറി സംവിധാനത്തിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ അതും 30 മിനിറ്റ്സ് 30 മിനിറ്റാ പറയുന്നത്. 30 മിനിറ്റ്. ഓക്കെ, എന്താണ് അതിന്റെ പേരെന്ന് ചോദിച്ചാൽ അതിന്റെ പേരാണ് എം നൗ എന്നാണ്. എന്താ പേര്? എം നൗ എന്നുമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാവുന്ന വേറെ ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കറിയാവുന്ന സ്വിഗ്ഗി ലോഞ്ച് ചെയ്ത ഒരു പ്രീമിയം ലൈഫ് സ്റ്റൈൽ ട്രാവൽ സർവീസ് സെഗ്മെന്റ് പേരെന്താണ്? സ്വിഗ്ഗി
ലോഞ്ച് ചെയ്ത സ്വിഗ്ഗി ലോഞ്ച് ചെയ്ത പ്രീമിയം ലൈഫ് സ്റ്റൈൽ പ്രീമിയം പ്രീമിയം ലൈഫ് സ്റ്റൈൽ പ്രീമിയം ലൈഫ് സ്റ്റൈൽ ട്രാവൽ സർവീസ് ട്രാവൽ സർവീസ് ട്രാവൽ സർവീസ് സെഗ്മെന്റ് പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പേര്? അതിന്റെ പേരാണ് എന്ത്? ക്രൂ എന്ന് പറയും. CREW ക്രൂ എന്നും പറയും. ക്രൂ എന്ന് പറയും. അപ്പൊ ആ പോയിന്റും അവിടെ മറക്കണ്ട. ആ പോയിന്റ് അവിടെ മറക്കണ്ട. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് പറയാവുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലി കമ്മ്യൂണിക്കേഷൻ ഈ അടുത്ത കാലത്ത് ഒരു പോർട്ടൽ ലോഞ്ച് ചെയ്തു. അത് നമ്മളെ നഷ്ടപ്പെട്ടു പോയോ, അത് കളവ് സ്റ്റോളനായ മൊബൈൽ ഫോണുകൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടി. എന്താണ് അതിന്റെ പേര്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലി കമ്മ്യൂണിക്കേഷൻ ഒരു പോർട്ടൽ ലോഞ്ച് ചെയ്തു. ആ പോർട്ടൽ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ ടു ട്രാക്ക് ലോസ്റ്റ് ഓർ സ്റ്റോളൻ മൊബൈൽ ഫോൺ. ടു ട്രാക്ക് ലോസ്റ്റ് ഓർ സ്റ്റോളൻ മൊബൈൽ ഫോൺ. ഓക്കെ, എന്താണ് ആ വെബ് പോർട്ടലിന്റെ പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വെബ് പോർട്ടലിന്റെ പേര്? ആ വെബ് പോർട്ടലിന്റെ പേരാണ് എന്ത്? സെർ എന്ന് പറയും. CEIR CEIR. എന്താ സെറിന്റെ ഫുൾ നെയിം? സെൻട്രൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ എന്ന് പറയും. സെൻട്രൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ എന്നുമാണ്. അപ്പോൾ ആ പോയിന്റും അവിടെ മറക്കണ്ട. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നമുക്ക് പറയാവുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം വളരെ സിമ്പിൾ ആയ ചോദ്യമാണ്. ഓക്കെ, ഈ അടുത്ത കാലത്ത് നമ്മുടെ വിശാഖപട്ടണം മുനിസിപ്പൽ കോർപ്പറേഷന് ഒരു ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തു. അത് AI ബേസ്ഡ് ട്രാഫിക് മാനേജ്മെന്റ്. എന്താണ് ആ ഇനീഷ്യേറ്റീവിന്റെ പേര്? ഓക്കെ, വിശാഖപട്ടണം മുനിസിപ്പൽ കോർപ്പറേഷൻ വിശാഖപട്ടണം മുനിസിപ്പൽ കോർപ്പറേഷൻ ലോഞ്ച് ചെയ്ത AI based integrated traffic management system. Integrated traffic management system. എന്താണ് അതിന്റെ പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരെന്താണ്? അതിന്റെ പേര് പ്രൊജക്ട് സാർത്തി എന്ന് പറയും. എന്താ പേര്? പ്രൊജക്ട് സാർത്തി. SARTHI സാർത്തി എന്ന് പറയും. ഈ സാർത്തി എന്ന വേർഡിന്റെ ഫുൾ നെയിം എന്താണ്? സിസ്റ്റമാറ്റിക് ഓഗ്മെന്റഡ് റേഡിയൽ ട്രാഫിക് ആൻഡ് ഹൂപ്പ് ഇൻഡക്ഷൻ എന്നുമാണ്. അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. ആര് ലോഞ്ച് ചെയ്തു? ഗ്രേറ്റർ വിശാഖപട്ടണം മുനിസിപ്പൽ കോർപ്പറേഷൻ ലോഞ്ച് ചെയ്ത ഒരു AI ബേസ്ഡ് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ പേരാണ്. അങ്ങനെയാണെങ്കിൽ യുഎസും ഇന്തോനേഷ്യയും പിന്നെ കുറച്ച് അവരുടെ അലൈഡ് കൺട്രീസും സംയുക്തമായിട്ട് ലോഞ്ച് ചെയ്ത ഒരു എക്സസൈസ് ഉണ്ട്. ഇത് ഇന്തോനേഷ്യയിലെ 3 സ്ഥലങ്ങളായിട്ടാണ് നടക്കുന്നത്. ഓക്കെ, ഈ എക്സസൈസിന്റെ പേരെന്താണ്? എവിടെ വെച്ചാണ് നടക്കുന്നത്? എത്ര മറ്റുള്ള രാഷ്ട്രങ്ങൾ പങ്കെടുക്കുന്നു? എന്നു മുതൽ ആരെല്ലാം സംയുക്തമായി ഹോസ്റ്റ് ചെയ്തു? അപ്പൊ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുഎസ്എയും ഇന്തോനേഷ്യയും സംയുക്തമായി നടക്കുന്ന പ്ലസ് അലൈഡ് കൺട്രീസും സംയുക്തമായിട്ട് നടത്തുന്ന ആനുവൽ മിലിറ്ററി എക്സൈസിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ പേര്? അതിന്റെ പേരാണ് എന്ത്? സൂപ്പർ ഗരുഡ എന്ന പേര്. എന്താ പേര്? സൂപ്പർ ഗരുഡ എന്നാണ്. ഓക്കെ, ഈ സൂപ്പർ ഗരുഡ എന്ന പ്രോഗ്രാം എത്ര അലൈഡ് കൺട്രീസ് എത്ര പങ്കെടുക്കുന്നു? ഇത് കൂടാതെ 11 കൺട്രീസ് പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, ഏത് വർഷമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? 2009ലാണ്. ഓക്കെ, ഈ സൂപ്പർ ഗരുഡ എന്ന എക്സസൈസ് ഇന്തോനേഷ്യയിൽ ഏതെല്ലാം സ്ഥലങ്ങളാണ് നടക്കുന്നത്? ലൊക്കേഷൻസ് ഏതെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഏതെല്ലാമാണ് സ്ഥലങ്ങള്? ഒന്ന് ജക്കാർത്തയാണ്, ഒന്ന് ജക്കാർത്ത. രണ്ടാമത്തെ സ്ഥലം ഏതാണ്? ഒന്ന് എന്താണ് അതിന്റെ പേര്? ബത്തുരാജ എന്നൊരു, ബത്തുരാജ, BATURAJ, ബത്തുരാജ എന്ന് പറയും. മൂന്നാമത്തെ പേരെന്താണ്? ഡാബോ സിംഗപ്പ് എന്നൊരു, ഡാബോ, DABO, ഡാബോ സിംഗപ്പ്, SINGKEP, ഡാബോ സിംഗപ്പ് എന്ന് പറയും. ഇനി ആരെല്ലാം സംയുക്തമായിട്ടാണ് ഹോസ്റ്റ് ചെയ്ത് ആരെല്ലാം സംയുക്തമായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്തോനേഷ്യൻ നാഷണൽ ആംഡ് ഫോഴ്സും US ഇൻഡോ പസഫിക് കമാൻഡും. ഇന്തോനേഷ്യൻ നാഷണൽ ആംഡ് ഫോഴ്സും, ഇന്തോനേഷ്യൻ നാഷണൽ ആംഡ് ഫോഴ്സും, പിന്നെ ആരാണ്? US ഇൻഡോ പസഫിക് കമാൻഡും, പിന്നെ US ഇൻഡോ പസഫിക് കമാൻഡും സംയുക്തമായിട്ടാണ് ഹോസ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പറയാവുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാവുന്ന ചോദ്യമാണ്. ഈ അടുത്ത കാലത്തായിട്ട് നമുക്കറിയാവുന്ന ഒരു സ്ഥാപനം $1 ബില്യൺ ഫണ്ട് റേസ് ചെയ്തെടുക്കാൻ തീരുമാനിച്ചു. അത് അവര് എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറോവിംഗ് വഴിയും ഡോളർ ബോണ്ട് വഴിയുമാണ്. ഏത് സ്ഥാപനമാണ് അങ്ങനെ ഫണ്ട് റേസ് ചെയ്തെടുക്കുന്നത്? ആ സ്ഥാപനം സ്ഥാപിതമായത് 2021-ലാണ്. ആ സ്ഥാപനത്തിന് ഇപ്പോഴത്തെ MD രാജ് കിരൺ റായി ആണ്. അപ്പൊ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് $1 ബില്യൺ ഫണ്ട് റേസിംഗ്, ത്രൂ എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറോവിംഗ്, ECB പറഞ്ഞാൽ എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറോവിംഗ് ആൻഡ് ഡോളർ ബോണ്ട്. ഓക്കെ, ഡോളർ ബോണ്ട് വഴിയും എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറോവിംഗ് വഴിയും $1 ബില്യൺ റേസ് ചെയ്തിരിക്കുന്ന സ്ഥാപനത്തിന്റെ പേരെന്താണ്? നമുക്ക് ആ സ്ഥാപനത്തെ നല്ല രീതിയിൽ അറിയാം. എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപനം ഒരു ഓൾ ഇന്ത്യ ഡെവലപ്മെന്റ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, ആ സ്ഥാപനത്തിന്റെ പേരാണ് എന്ത്? NABFID എന്ന് പറയും. NABFID എന്ന് പറയും. അതിന്റെ ഫുൾ നെയിം എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ ഫൈനാൻസിങ് ഇൻഫ്രാസ്ട്രക്ചർ. ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇത് NABFID എന്ന് പറയുന്നത്. ഈ NABFID ഏത് വർഷം ഫോം ചെയ്ത്? 2021-ലുമാണ്. ആരാണ് ഇതിന്റെ MD എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? രാജ് കിരൺ റായി ആണ്. ഓക്കെ, ഇത് ഏത് ടൈപ്പ് സ്ഥാപനമാണെന്ന് ചോദിച്ചാൽ ഏത് ടൈപ്പ് സ്ഥാപനമാണ്? ഒരു ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമാണ്. ഓക്കെ, അതെന്താന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ പറയാം. ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമാണ്. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നമുക്ക് പറയാവുന്ന വേറെ ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് വളരെ സിമ്പിൾ ആയ ചോദ്യമാണ്. നമ്മുടെ IIT ബോംബെ, ഈ അടുത്ത കാലത്തായിട്ട് ഒരു യൂണിവേഴ്സിറ്റിയുമായിട്ട് സ്റ്റാർട്ടപ്പുകളെയും ഇന്നോവേഷനെയും ബൂസ്റ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് അഗ്രിമെന്റ് ഒപ്പുവെച്ചു. ഓക്കെ, അപ്പൊ IIT ബോംബെയുടെ ഒരു എന്താ പറയാ ഒരു സ്റ്റാർട്ടപ്പ് വെഞ്ചർ, അതാണ് സൈൻ എന്ന് പറയും. IIT ബോംബെ സൈൻ SINE സൈൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ നെയിം സൊസൈറ്റി ഫോർ ഇന്നോവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ് എന്നാണ്. സൊസൈറ്റി ഫോർ ഇന്നോവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ് എന്നുമാണ്. ഓക്കെ, ഈ IIT ബോംബെ സൈന് ആരുമായിട്ടാണ് സ്റ്റാർട്ടപ്പ്, ഏത് ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയുമാണ് സ്റ്റാർട്ടപ്പ് ആൻഡ് ഇന്നോവേഷൻ ബൂസ്റ്റിംഗ് അഗ്രിമെന്റ് ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റി?
ആ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റി പേരാണ് മൊണാഷ് യൂണിവേഴ്സിറ്റി എന്ന് പറയും. എന്താ പേര്? മൊണാഷ് യൂണിവേഴ്സിറ്റി എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന റേറ്റിംഗ് ഏജൻസി ഉണ്ട്. ആ റേറ്റിംഗ് ഏജൻസിയുടെ പേരാണ് മോർണിംഗ് സ്റ്റാർ DBRS എന്ന് പറയും. എന്താ റേറ്റിംഗ് ഏജൻസിയുടെ പേര്? മോർണിംഗ് സ്റ്റാർ DBRS എന്ന് പറയുന്നത്. മോർണിംഗ് സ്റ്റാർ DBRS എന്ന റേറ്റിംഗ് ഏജൻസി ഉണ്ട്. ഈ ഏജൻസി പറഞ്ഞ ഇന്ത്യയുടെ സോവറിൻ റേറ്റിംഗ് എത്രയാണ്? ഇന്ത്യൻ സോവറിൻ റേറ്റിംഗ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? അത് ഏത് ലെറ്റർ ആണ്? അത് BBB ആണ്. ഏതാണ്? BBB ആണ്. ഇപ്പൊ മോർണിംഗ് സ്റ്റാർ DBRS അനൗൺസ് ചെയ്ത ഇന്ത്യയുടെ റേറ്റിംഗ് ഏതാണ്? BBB ആണ്. ഇന്നലെ നമ്മൾ ജപ്പാൻ റേറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ പറഞ്ഞു, അത് BBB പോസിറ്റീവ് ആണെന്നും പറഞ്ഞു. BBB പോസിറ്റീവ് ആണെന്നും. നമ്മുടെ S&Pയും ഇതേമാതിരി, സ്റ്റാൻഡേർഡ് ആൻഡ് പൂറും ഇതേമാതിരി എന്ത് പറഞ്ഞിട്ടുണ്ട്? BBB പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി നമ്മുടെ ഫിച്ച് ഫിച്ച് എന്ന റേറ്റിംഗ് ഏജൻസി ഇന്ത്യയുടെ റേറ്റിംഗ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫിച്ച് എന്താ പറഞ്ഞത്? BBB നെഗറ്റീവ് സ്റ്റേബിൾ ഔട്ട്ലുക്ക് എന്നാണ് ഫിച്ച് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതിന്റെ കൂടെ പറഞ്ഞു മാത്രം, സ്റ്റേബിൾ ഔട്ട്ലുക്ക് എന്നാണ്. ആ ഫിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഫിനാൻഷ്യൽ 26 വരെ ഇന്ത്യൻ GDP എത്ര ശതമാനം? ഫിച്ച് പറഞ്ഞ ഫിനാൻഷ്യൽ 26 ഇന്ത്യൻ GDP എത്ര ശതമാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ശതമാനമാണത്? 6.5. എത്രയാണ്? 6.5%. 6.5%. അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. 6.5%. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഇൻഷുറൻസ് സെക്ടറിനെ കൺട്രോൾ ചെയ്യുന്നവരാണ് IRDA എന്ന് പറയുന്നത്. ഇൻഷുറൻസ് സെക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന അതോറിറ്റി ആണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, ആ IRDA ഈ അടുത്ത കാലത്തായിട്ട് ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ മുകളിൽ സൈബർ സെക്യൂരിറ്റി ഗൈഡ് ലൈൻസ് വയലേറ്റ് ചെയ്തുകൊണ്ട് പെനാൾട്ടി ഇമ്പോസ് ചെയ്തു. ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ മുകളിലാണ്? ഓക്കെ, സൈബർ സെക്യൂരിറ്റി ഗൈഡ് ലൈൻസ് വയലേറ്റ് ചെയ്തുകൊണ്ട് പെനാൾട്ടി IRDA ഇമ്പോസ് ചെയ്തു. അത് ഏത് ഇൻഷുറൻസ് കമ്പനിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പെനാൾട്ടി എമൗണ്ട് എത്രയാണ്? അത് 3.39 crore rupees. 3.39 crore rupeesമാണ്. ആ ഇൻഷുറൻസ് കമ്പനി ഏതാണ്? അതിന്റെ പേര് സ്റ്റാർ ഹെൽത്ത് ആൻഡ് അലൈഡ് ഇൻഷുറൻസ്. സ്റ്റാർ ഹെൽത്ത് ആണ്. ഓക്കെ, ഏത് ഇൻഷുറൻസ് കമ്പനിയാണ്? സ്റ്റാർ ഹെൽത്ത് എന്ന ഇൻഷുറൻസ് കമ്പനിയുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാവുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രാഷ്ട്രമാണ് ഹോങ്കോങ്. ആ ഹോങ്കോങ്ങിലെ മോണിറ്ററിംഗ് അതോറിറ്റി, അതിന് ഷോർട്ട് ആയിട്ട് പറയാ HKMA എന്ന് പറയും. അവര് ഈ അടുത്ത കാലത്ത് ഇന്ത്യയിലെ ഒരു ബാങ്കിന്റെ ഹോങ്കോങ് ബ്രാഞ്ചിന് മുകളിൽ പെനാൾട്ടി ഇമ്പോസ് ചെയ്തു. അത് ഏകദേശം 9.3 crore rupees വരും. ഏത് ബാങ്കിന്റെ ഈ ഹോങ്കോങ് ബ്രാഞ്ചിന്റെ മുകളിലാണ്? അപ്പൊ ചോദ്യം ഇതാണ്, ഹോങ്കോങ് മോണിറ്ററിംഗ് അതോറിറ്റി, നമ്മുടെ അറബിക്ക് ഈക്വലന്റ് ഹോങ്കോങ് മോണിറ്ററി അതോറിറ്റി impose ഇന്ത്യൻ ബാങ്ക് ഹോങ്കോങ് ബ്രാഞ്ച് പെനാൾട്ടി. ഇന്ത്യയിലെ ബാങ്ക് എന്നാണ് അവിടെ മാത്രം ഉദ്ദേശിക്കുന്നത്, അല്ല ഇന്ത്യൻ ബാങ്ക് എന്ന ബാങ്ക് അല്ല ഉദ്ദേശിച്ചത്. ഇന്ത്യൻ ബാങ്ക് ഹോങ്കോങ് ബ്രാഞ്ച് പെനാൾട്ടി. ഓക്കെ, പെനാൾട്ടി ഏതാണ് ആ ബാങ്ക് എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബാങ്കാണ്. ഏതാ ബാങ്ക്? ആ ബാങ്കിന്റെ പേര് വേറെ ഒന്നുമല്ല, ആ ബാങ്കിന്റെ പേര് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, IOB ആണ്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആണ്. എത്രയാണ് പെനാൾട്ടി എമൗണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് പെനാൾട്ടി എമൗണ്ട്? 9.3 crore rupees. എത്രയാണ്? 9.3 crore rupees. 9.3 കോടി രൂപയുമാണ്. 9.3 കോടി രൂപയാണ്. അതേമാതിരി നമുക്ക് അറിയാവുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നിയമമാണ് ഫെമ എന്ന് പറയുന്ന നിയമം, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. ഫെമ എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് എന്നാണ്. ഓക്കെ, ആ ഫെമ ആക്ട് വയലേറ്റ് ചെയ്തുകൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ അടുത്ത കാലത്തായിട്ട് ഒരു ബാങ്കിന്റെ മുകളിൽ 4.88 ലക്ഷം കോടി രൂപ 4.88 ലക്ഷം രൂപ പെനാൾട്ടി ഇമ്പോസ് ചെയ്തു. ഫെമ ആക്ട് വയലേഷൻ കാരണം ഏത് ബാങ്കിന്റെ മുകളിലാണ് RBI 4.88 ലക്ഷം രൂപയുടെ
പെനാൾട്ടി ഇമ്പോസ് ചെയ്തത് എന്ന് ചോദിച്ചു. ഏതാണ് ആ ബാങ്ക്? അത് വേറൊന്നുമില്ല, അത് നമ്മുടെ HDFC ബാങ്ക്. ഏത് ബാങ്കാണ്? HDFC ബാങ്ക് ആണ്. HDFC ബാങ്കുമാണ്. അതേമാതിരി നമുക്ക് പറയാവുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണ്? നമ്മുടെ നമ്മുടെ ICICI ബാങ്കിനെതിരെ RBI പെനാൾട്ടി ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. ICICI ബാങ്കിനെതിരെ നമ്മുടെ RBI പെനാൾട്ടി ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കറന്റ് അക്കൗണ്ട് ഓപ്പണിംഗുമായി ബന്ധപ്പെട്ട ചില ഇഷ്യൂസിന്റെ പേരിലാണ്. ഓക്കെ, അങ്ങനെ തന്നെ പഠിക്കണം. കറന്റ് അക്കൗണ്ട് ഓപ്പണിംഗുമായി ബന്ധപ്പെട്ടുള്ള ചില ഇഷ്യൂസിന്റെ പേരിൽ ICICI ബാങ്കിനെതിരെ RBI പെനാൾട്ടി ഇമ്പോസ് ചെയ്തു. അത് എത്രയാണ്? അത് 75 ലക്ഷം. എത്രയാണ്? 75 ലക്ഷം രൂപയുമാണ്. ഓക്കെ, പിന്നെ നമുക്കറിയില്ല, പോളിസി ബസാറിനെതിരെ 5 കോടി രൂപ IRDAI പെനാൾട്ടി ഇമ്പോസ് ചെയ്തു. IRDAI പോളിസി ബസാറിനെതിരെ പെനാൾട്ടി ഇമ്പോസ് ചെയ്തു. അത് എത്രയാണ്? അത് 5 കോടി രൂപയാണ്. എത്രയാണ്? 5 കോടി രൂപയുമാണ്. അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. പോളിസി ബസാറിനെതിരെ പെനാൾട്ടി ഇമ്പോസ് ചെയ്ത് 5 കോടി രൂപയുമാണ്. 5 കോടി രൂപയുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാവുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ അമേരിക്ക എന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുമ്പോൾ വൈറ്റ് ഹൗസ്. ആ വൈറ്റ് ഹൗസ് ഈ അടുത്ത കാലത്തെ ഒരു കാര്യം പറഞ്ഞു. ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റിന് മുതൽ അമേരിക്കയിൽ ജോലിക്ക് വേണ്ടി വരുന്നവർക്ക് കൊടുക്കുന്ന വിസയാണ് നമ്മൾ H1B വിസ എന്ന് പറയുന്ന വിസ സംവിധാനമുണ്ട്. H1B വിസ. ഓക്കെ, ഇവിടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ H1B വിസ എന്ന സംവിധാനം അമേരിക്കയുടെ ഇമിഗ്രേഷൻ ആക്ട് പ്രകാരമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, എംപ്ലോയർ സ്പോൺസേഡ് വർക്ക് വിസയാണ്. എംപ്ലോയർ സ്പോൺസേഡ് വർക്ക് വിസയാണ് ഏത്? H1B വിസ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അമേരിക്കയിലെ ഇമിഗ്രേഷൻ ആക്ട് ഏതാ വർഷം? 1990 ആണ്. ഇമിഗ്രേഷൻ ആക്ട് ഏതാ വർഷം? 1990 ഇവിടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ H1B വിസയുടെ ഇനീഷ്യൽ വാലിഡിറ്റി എത്രയാണ്? H1B വിസയുടെ ഇനീഷ്യൽ വാലിഡിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വർഷമാണ് അത് ഇനീഷ്യൽ വാലിഡിറ്റി? അത് 3 വർഷമാണ്. 3 വർഷമാണ് ഇനീഷ്യൽ വാലിഡിറ്റി. ഓക്കെ, അത് എക്സ്റ്റെൻഡ് ചെയ്യാം. ഒരു തവണ കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. വൺ ടൈം എക്സ്റ്റൻഷൻ പോസിബിൾ ആണ്. വൺ ടൈം എക്സ്റ്റൻഷൻ പോസിബിൾ ആണ്. ഓക്കെ, അത് എക്സ്ട്രാ എത്ര വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും? അഡീഷണൽ ആയിട്ട് ഒരു 3 ഇയർ കൂടി കിട്ടും. അതായത് H1B വിസയുടെ മാക്സിമം വാലിഡിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? അത് 6 ഇയർ ആണ്. മാക്സിമം വാലിഡിറ്റി എത്രയാണ്? 6 ഇയറുമാണ്. ഇവിടെ ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ 2024 അമേരിക്ക ഏകദേശം 6 ലക്ഷം 6 ലാക്ക് H1B വിസ ഇഷ്യൂ ചെയ്തു. 6 ലാക്ക് H1B വിസ ഇഷ്യൂ ചെയ്തു. ആ 6 ലാക്ക് H1B വിസയില് 71% ആരായിരുന്നു? ഇന്ത്യക്കാർക്കാണ് കിട്ടിയത്. 71% കിട്ടിയത് ഇന്ത്യക്കാർക്കാണ്. 71% H1B വിസ കിട്ടിയതാർക്കാണ്? ഇന്ത്യക്കാർക്കുമാണ്. ആ H1B വിസയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം പറഞ്ഞത്. എൻട്രി ഫീ ഇത്ര രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവർക്കും അറിയാവുന്ന എമൗണ്ട് ആണ്. സെപ്റ്റംബർ 21, 2025 മുതൽ സെപ്റ്റംബർ 21, 2025 മുതൽ പുതുതായിട്ട് H1B വിസ എടുക്കുന്ന ആളുകൾക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് എത്രയാ പറയുന്നത്? അത് $1 ആണ്. $1 ഇന്നത്തെ അവസ്ഥയിൽ ഏകദേശം ഒരു 9 ലക്ഷത്തിനടുത്ത് വരും. അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് പറയാവുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ നമുക്കറിയാം, പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലൊരു അഗ്രിമെന്റ് ഒപ്പുവെച്ച കാര്യം നമുക്കറിയാം. പാകിസ്ഥാൻ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ സൗദി അറേബ്യ ആയിരിക്കും അവരെ ആക്രമിച്ചത്. സൗദി അറേബ്യ ആക്രമിക്കുമ്പോൾ പണ്ട് മുതലേ ഇങ്ങനെ സഹായം ഉണ്ട്. ഓക്കെ, 1979 സൗദി അറേബ്യയിലെ മെക്ക ഗ്രാൻഡ് മോസ്ക് ആക്രമണം ഉണ്ടായ സമയത്ത് പാകിസ്ഥാൻ ആർമി പോയിട്ടാണ് അവിടെ സഹായിച്ചു കൊടുത്തത്. ഓക്കെ, അങ്ങനത്തെ സാഹചര്യമൊക്കെ ഉണ്ട്. ഇവിടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പാകിസ്ഥാൻ സൗദി അറേബ്യ
സൗദി അറേബ്യ മ്യൂച്വൽ ഡിഫൻസ് പാക്ട് ഏത് വർഷം മുതലാണ് തുടങ്ങിയത്? ഓക്കെ, പണ്ട് മുതലേ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പൊ അതൊന്ന് പുതുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പാകിസ്ഥാൻ സൗദി അറേബ്യ, പാക് സൗദി അറേബ്യ, പാക് സൗദി അറേബ്യ, പാക് സൗദി അറേബ്യ മ്യൂച്വൽ ഡിഫൻസ് പാക്ട്, മ്യൂച്വൽ ഡിഫൻസ് പാക്ട്. ഓക്കെ, ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ അധികം ഏർപ്പെടുത്തിക്കൊണ്ട് ഒന്ന് പുതുക്കി. അത് ഏത് വർഷം മുതലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിൻസ് ഏത് വർഷം മുതൽ അഗ്രിമെന്റ് തുടങ്ങിയത്? 1960 മുതലാണ്. 1960 മുതലാണ് തുടങ്ങിയത്. 1960 മുതലാണ് തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാവുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വളരെ സിമ്പിൾ ആയ ചോദ്യമാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലോട്ട് കമ്മീഷൻ ചെയ്ത ഒരു ഫാസ്റ്റ് പെട്രോൾ വെസൽ ഉണ്ട്. ആ ഫാസ്റ്റ് പെട്രോൾ വെസലിന്റെ പേരാണെന്ത്? INS എന്ന് പറയില്ല, കോസ്റ്റ് ഗാർഡ് അല്ല, ICGS അദാമ്യ എന്ന് പറയും. അത് എവിടെ വെച്ചിട്ടാണ് കമ്മീഷൻ ചെയ്തത്? എന്നാണ് കമ്മീഷൻ ചെയ്തത്? അത് ആരാണ് നിർമ്മിച്ചത്? അല്ല, ഇൻഡിജിനസ് കമ്പോണന്റ് എത്രയാണ്? നീളം എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് എത്ര ടൺ ആണ്? എത്ര കിലോ വാട്ടിന്റെ ഡീസൽ എഞ്ചിനാണ് അവിടെ യൂസ് ചെയ്യുന്നത്? അപ്പൊ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ചോദ്യം ഇതാണ്. ന്യൂലി കമ്മീഷൻഡ് ഫാസ്റ്റ് പെട്രോൾ വെസൽ ടു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. ഓക്കെ, ഇത് ആ 8 നിർമ്മിക്കാനുള്ള കോൺട്രാക്ട് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെയാണ്. ഓക്കെ, അതിന്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അതിന്റെ പേര് ICGS അദാമ്യ എന്നറിയും. ICGS അദാമ്യ. അത് ആരാ നിർമ്മിക്കുന്നത്? ഗോവൻ ഷിപ്പ്യാർഡ് നിർമ്മിക്കുന്നവരാണ്. ഗോവൻ ഷിപ്പ്യാർഡാണ് നിർമ്മിക്കുന്നത്. എത്ര എണ്ണം നിർമ്മിക്കാൻ പോകുന്നത്? 8 എണ്ണമാണ് നിർമ്മിക്കുന്നത്. ക്ലാസ്സും അദാമ്യ ക്ലാസ് ആണ്. ഫസ്റ്റ് ഷിപ്പിന്റെ പേര് അദാമ്യ എന്നാണ്. ഓക്കെ, 8 എണ്ണമാണ് നിർമ്മിക്കുന്നത്. അതിൽ ഇൻഡിജീനിയസ് കമ്പോണന്റ് എത്രയാണെന്ന് ചോദിച്ചാൽ, ഇൻഡിജീനിയസ് കമ്പോണന്റ് എത്ര ശതമാനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രയാണ്? അത് 60% ഇൻഡിജീനിയസ് കമ്പോണന്റ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് എത്ര ടൺ ആണ്? ഡിസ്പ്ലേസ്മെന്റ് എത്ര ടൺ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 320 ടൺ. എത്രയാണ്? 320 ടണ്ണുമാണ്. ഇനി അതിന് നീളം എത്രയാണ്? ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണത്? 51 മീറ്ററുമാണ്. ഓക്കെ, അത് എവിടെ വെച്ചിട്ടാണ് കമ്മീഷൻ ചെയ്ത്? കമ്മീഷൻ അറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ 19 കമ്മീഷൻ അറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോർട്ടാണ് പാരദീപ് പോർട്ട് എന്ന് പറയും. ഒഡീസയിലെ പാരദീപ് പോർട്ട് ഒഡീസ. അത് എന്നാണ് കമ്മീഷൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ 19 എന്നാ കമ്മീഷൻ ചെയ്ത്? സെപ്റ്റംബർ 19 അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. കമ്മീഷൻ ചെയ്ത് സെപ്റ്റംബർ 19 അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാവുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് സെപ്റ്റംബർ 19 അത് കമ്മീഷൻ ചെയ്തത്. ഓക്കെ, IMFന്റെ പുതിയ ഫസ്റ്റ് ഡെപ്യൂട്ടി MD ആരാണെന്ന് നമ്മൾ പഠിച്ചല്ലോ, കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട്. ആരാണ്? ഡാൻ കാറ്റ്സ് എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡാൻ കാറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ഈ അടുത്ത കാലത്തായിട്ട് ലോഞ്ച് ചെയ്ത ബ്രസീൽ ഇന്ത്യ അഗ്രിടെക് ക്രോസ് ഇൻക്യുബേഷൻ പ്രോഗ്രാമിന്റെ പേരെന്താണ്? അത് ന്യൂഡൽഹിയിലാണ് ലോഞ്ച് ചെയ്തത്. ഓക്കെ, അതിന്റെ സെക്കൻഡ് എഡിഷനാണ് ഇപ്പൊ ലോഞ്ച് ചെയ്തത്. ഓക്കെ, അത് ആരാണ് അത് ലോഞ്ച് ചെയ്തത്? ഇപ്പൊ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രസീൽ ഇന്ത്യ അഗ്രിടെക് ക്രോസ് ഇൻക്യുബേഷൻ പ്രോഗ്രാമിന്റെ പേര് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ പ്രോഗ്രാമിന്റെ പേര്? ആ പ്രോഗ്രാമിന്റെ പേരാണ് എന്ത്? മൈത്രി എന്ന് പറയും. എന്താ പേര്? മൈത്രി എന്നാ പറയുന്നത്. 2025 മൈത്രിയുടെ എത്രാമത്തെ എഡിഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താ? വെർഷൻ 2.0. ദാറ്റ് മീൻസ് സെക്കൻഡ് എഡിഷനുമാണ്. എവിടെ വെച്ച് ലോഞ്ച് ചെയ്തു എന്ന് ലോഞ്ച് അറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
എവിടെ വെച്ചിട്ടാണ് ലോഞ്ച് ചെയ്ത്? ലോഞ്ച് അറ്റ് എവിടെയാണ്? ന്യൂഡൽഹിയുമാണ്. എവിടെയാണ്? ന്യൂഡൽഹിയുമാണ്. ഇനി അത് ആര് ലോഞ്ച് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1929 സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറിന് കീഴിൽ ആ സ്ഥാപനത്തിന്റെ പേര് എന്താണ്? ICAR എന്ന് പറയും. ഇപ്പൊ അതിന്റെ പേര് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്നാണ്. ഓക്കെ, അപ്പോ ഏതാണ് ലോഞ്ച്ഡ് ബൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോഞ്ച്ഡ് ബൈ ആരാണ്? ലോഞ്ച്ഡ് ബൈ ICAR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. അതെവിടെയാ? ന്യൂഡൽഹിയുമാണ്. ഓക്കെ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ന്യൂഡൽഹിയുമാണ്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് പറയാവുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം ഇതാണ്: ഈ അടുത്ത കാലത്തായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ന്യൂഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫൈനാൻസ് സ്ഥാപനത്തെ, ഒരു NBFC ലൈസൻസ് ക്യാൻസൽ ചെയ്തു. ഓക്കെ, അത് എന്തിന്റെ ഭാഗമായിട്ടാണെന്ന് വെച്ചാൽ അവര് ഇറഗുലർ ലെൻഡിങ് പ്രാക്ടീസ്, അതായത് നമ്മൾ ഈ കുറെ ആപ്പുകൾക്ക് പണം കൊടുത്തിട്ടുള്ള ഈ ഗെയിമിംഗ് ആപ്പുകളും അങ്ങനെ കുറെ ആപ്പുകളും ഉണ്ടല്ലോ, അവരുടെ പണം കൊടുത്തുമായിട്ട് ഇല്ലീഗൽ ലെൻഡിങ്ങുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ഏത് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള NBFCയുടെ ലൈസൻസ് ആണ് ഇറഗുലർ ലെൻഡിങ് പ്രാക്ടീസ് പ്രകാരം ഇറഗുലർ ലെൻഡിങ് പ്രാക്ടീസ് കാരണം ക്യാൻസൽ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആ NBFC? ആ NBFCയുടെ പേരാണ് എന്ത്? ആ NBFCയുടെ പേര് നമുക്കറിയാവുന്ന ദത്ത ഫൈനാൻസ് ആൻഡ് ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയും. ദത്ത ഫൈനാൻസ് ആൻഡ് ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയും. ദത്ത ഫൈനാൻസ് ട്രേഡിംഗ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് പറയാവുന്ന ചോദ്യമുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മുടെ കർണാടക ഗവൺമെന്റ് ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. ആ പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കർണാടകയിൽ ഇന്നോവേഷൻസ് ബൂസ്റ്റ് ചെയ്യുക എന്നതാണ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം. ഓക്കെ, ഈ പ്രോഗ്രാമിന്റെ വാലിഡിറ്റി എന്നുള്ള 5 വർഷമാണ് വാലിഡിറ്റി. ഓക്കെ, ഈ പ്രോഗ്രാമിന് 16 സബ് പ്രോഗ്രാമുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് ആ മെയിൻ പ്രോഗ്രാമിന്റെ പേര് പഠിച്ചു വെക്കാം. അപ്പൊ കർണാടക ലോഞ്ച് ചെയ്ത കർണാടകയിലെ ടയർ 2 ടയർ 3 സിറ്റികളിലെ ഇന്നോവേഷൻസ് ബൂസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാമിന്റെ പേര് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിന്റെ പേരെന്താണ്? ആ പ്രോഗ്രാം 1000 കോടി രൂപയുടെ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം പേര് ലീപ്പ് എന്ന് പറയും. LEAP, ലീപ്പ് എന്ന് പറയും. ഈ ലീപ്പ് എന്ന പ്രോഗ്രാമിൽ എത്ര സബ് പ്രോഗ്രാം? 16 സബ് പ്രോഗ്രാമുകളുമുണ്ട്. ഈ ലീപ്പിന്റെ വാല്യൂ എത്രയാണ്? എത്ര കോടി രൂപയുടെ പ്രോജക്റ്റ് ആണ്? 1000 കോടി രൂപ. 1000 കോടി രൂപയുടെ പ്രോഗ്രാമാണ്. ഈ ലീപ്പ് എന്ന വേർഡിന്റെ ഫുൾ നെയിം എന്താണ്? ലീപ്പ് എന്ന വേർഡിന്റെ ഫുൾ നെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഫുൾ നെയിം? ലോക്കൽ എക്കണോമി ആക്സിലറേറ്റർ പ്രോഗ്രാം എന്നുമാണ്. ഓക്കെ, ഇത് എവിടെ ലോഞ്ച് ചെയ്തത്? ലോഞ്ച് അറ്റ് എന്ന് ചോദിച്ചാൽ എവിടെയാ? ബംഗളൂരു. അപ്പൊ ആ പോയിന്റ് മറക്കണ്ട. 16 സബ് പ്രോഗ്രാമുകൾ ഉണ്ടെന്ന് കാര്യം മറക്കണ്ട. ലീപ്പിന് 1000 കോടി രൂപയുടെ പ്രോഗ്രാമുമാണെന്ന് അറിയാം. അങ്ങനെയാണ് എങ്കിലേ നമുക്ക് പറയാവുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ ചോദിച്ചു കഴിഞ്ഞാല് ആ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റോക്കറ്റിന്റെ പേരെന്താണ്? 3D പ്രിന്റഡ് റോക്കറ്റിന്റെ പേര് എന്താണ്? 3D പ്രിന്റഡ് അത് 3 IIT മദ്രാസിലെ 3 ആളുകൾ ചേർന്ന് ആ കമ്പനി സ്ഥാപിച്ചത്, ആ റോക്കറ്റ് കമ്പനി സ്ഥാപിച്ചത്. ഓക്കെ, 2017 അതിന്റെ മെയിൻ ആള് ശ്രീനാഥ് രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി. ശ്രീനാഥ് രവീന്ദ്രൻ എന്ന വ്യക്തിയുമാണ്. ഓക്കെ, അവര് ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ 3D സിസ്റ്റം റോക്കറ്റ് സംവിധാനം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് അതിന്റെ പേര്? ഇത് മുന്നേ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഓരോ തവണയും പുതിയ ടെക്നോളജീസ് ആഡ് ചെയ്തിട്ട് അതും പുതുക്കി പണിയുന്നു. അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇന്ത്യാസ് ഫസ്റ്റ് 3D പ്രിന്റഡ് റോക്കറ്റിന്റെ പേര് എന്താണ്? അതിന്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരെന്താണ്? അഗ്നിബാൻ സോർട്ടഡ് എന്നാണ്. അഗ്നിബാൻ സോർട്ടഡ് എന്നുമാണ്. ഓക്കെ, ഇത് ഈ 3D പ്രിന്റിങ്ങിനെ വിളിക്കുന്ന വേറെ പേരെന്താണ്? അഡിറ്റീവ് മാനുഫാക്ചറിങ് എന്നാണ്. 3D പ്രിന്റിംഗ് ഈസ് ആൾസോ കോൾഡ് അഡിറ്റീവ് മാനുഫാക്ചറിങ്. 3D പ്രിന്റിംഗ് ഈസ് ആൾസോ കോൾഡ് അഡിറ്റീവ് മാനുഫാക്ചറിങ് എന്നുമാണ്. അത് ലോഞ്ച് ചെയ്ത കമ്പനിയുടെ പേര് എന്താണെന്ന് ചോദിച്ചാൽ കമ്പനിയുടെ പേര് സുഖമായിട്ട് കിട്ടും. എന്താ പേര്? അഗ്നികുൾ കോസ്മോസ് എന്ന് പറയും. അഗ്നികുൾ കോസ്മോസ് എന്ന് പറയും. ഓക്കെ, ഇത് സ്ഥാപിച്ചത് അഗ്നികുൾ കോസ്മോസ് സ്ഥാപിച്ച് 2017 ഓക്കെ, അത് സ്ഥാപിച്ച ആളുകൾ ആരൊക്കെയാണ്? ശ്രീനാഥ് രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് മെയിൻ വ്യക്തി, ശ്രീനാഥ് രവീന്ദ്രൻ. ആ ശ്രീനാഥ് രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയും പിന്നെ ആരാണ്? മോയിൻ എന്ന് പറയുന്നത്, മോയിനും പിന്നെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? SR ചക്രബർത്തിയുമാണ്. അപ്പോ 3D പ്രിന്റിങ്ങിനെ വിളിക്കുന്ന വേറെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അവിടെ അഡിറ്റീവ് മാനുഫാക്ചറിങ് എന്നാണ്. അതേമാതിരി ഈ അടുത്ത കാലത്തായിട്ട് ഇന്ത്യ വിസിറ്റ് ചെയ്ത ഒരു വ്യക്തിയുടെ പേരാണ് എന്ത്? ആബ്ദേൽ തിഫ് ലൗഡി എന്ന് പറയും. എന്താ പേര്? ആബ്ദേൽ തിഫ് ലൗഡി LOUDIYE. ഓക്കെ, ഇദ്ദേഹം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ രാഷ്ട്രത്തിലെ കറൻസി എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രത്തിന്റെ പേര് പ്ലസ് ദിർഹമാണ്. ഓക്കെ, ഇദ്ദേഹം ഈ രാഷ്ട്രവുമായിട്ട് ഇന്ത്യ ഈ അടുത്ത കാലത്തായിട്ട് ഡിഫൻസ് കോപ്പറേഷൻ അഗ്രിമെന്റ് സൈൻ ചെയ്തു. ഓക്കെ, അത് ഏത് രാഷ്ട്രമായിട്ടാണ് ഇന്ത്യ ഈ അടുത്ത ഡിഫൻസ് കോപ്പറേഷൻ അഗ്രിമെന്റ് സൈൻ ചെയ്ത്? അത് വേറെ ആരുമായിട്ടല്ല, മൊറോക്കോ എന്ന രാഷ്ട്രമായിട്ട്. ആരാണ്? മൊറോക്കോ എന്ന രാഷ്ട്രമായിട്ടാണ്. ഇദ്ദേഹം ആരാണ്? മൊറോക്കോ ഡിഫൻസ് മിനിസ്റ്റർ ആണ്. ആര്? ആബ്ദേൽ തിഫ് ലൗദി എന്ന വ്യക്തി. മൊറോക്കോയുടെ കറൻസിയാണ് ഏത്? മൊറോക്കൻ ദിർഹം എന്ന് പറയും. ഓക്കെ, മൊറോക്കോയുടെ കറൻസി ഏതാണ്? മൊറോക്കൻ ദിർഹം എന്ന് പറയും. അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. ഓക്കെ, അത് മൊറോക്കോ എന്ന രാഷ്ട്രത്തിൽ ഇന്ത്യ പുതുതായിട്ടൊരു എംബസി തുടങ്ങുന്നുണ്ട്. അത് എവിടെയാണ്? ന്യൂ ഇന്ത്യൻ എംബസി ഇൻ മൊറോക്കോ. എവിടെയാണ് എംബസി തുടങ്ങുന്നത് എന്ന് ചോദിച്ചു. എവിടെയാണ് തുടങ്ങുന്നത്? അത് റബാത്ത് എന്ന സ്ഥലത്താണ്. എവിടെയാണ്? റബാത്ത്. അപ്പോ മൊറോക്കോയിൽ എവിടെയാണ് ഇന്ത്യ പുതുതായിട്ട് എംബസി തുടങ്ങുന്നത് എന്ന് ചോദിച്ചു. എവിടെയാണ്? അത് റബാത്ത്, RABAT, റബാത്ത് എന്ന സ്ഥലത്തുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാവുന്ന വേറെ ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് ഈ അടുത്ത കാലത്ത് ആരുമായിട്ടാണ് ക്രിട്ടിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് മിനറൽസ് എക്സ്പ്ലോറേഷൻ ഡെവലപ്മെന്റ് അഗ്രിമെന്റ് ഒപ്പുവെച്ചത്? ചോദ്യം ഇതാണ്, ഇത്ര മാത്രമേ ഉള്ളൂ. ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് എന്ന് പറയും, HCL. ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് ആരുമായിട്ടാണ് ക്രിട്ടിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് മിനറൽ എക്സ്പ്ലോറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് അഗ്രിമെന്റ് സൈൻ ചെയ്തത്? ക്രിട്ടിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് മിനറൽ എക്സ്പ്ലോറേഷൻ ഡെവലപ്മെന്റ് അഗ്രിമെന്റ് ഹിന്ദുസ്ഥാൻ കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ HCL ആരുമായിട്ട് സൈൻ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ പേര് എന്താണ്? ആ കമ്പനിയുടെ പേര് വേറെ ഒന്നുമല്ല, ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയും.
ഈ ഓയിൽ ഇന്ത്യ ലിമിറ്റഡിന്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ഓയിൽ ഇന്ത്യ ലിമിറ്റഡിന്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയർമാന്റെ പേര്? രഞ്ജിത്ത് റാത്ത് എന്നാണ്. എന്താ പേര്? രഞ്ജിത്ത് റാത്ത് എന്നുമാണ്. രഞ്ജിത്ത് റാത്ത് എന്നുമാണ്. ഈ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ഏത് ടൈപ്പ് കമ്പനിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിരത്നയാണോ നവരത്നയാണോ മഹാരത്നയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ഏതാണ്? മഹാരത്ന കമ്പനി. ഏതാണ്? മഹാരത്ന കമ്പനിയാണ്. ഈ ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് ഏത് ടൈപ്പ് കമ്പനിയാണ്? അത് മിനിരത്ന കമ്പനിയാണ്. ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് മിനിരത്ന കമ്പനിയുമാണ്. ഓക്കെ. ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് ഏത് മിനിസ്റ്റർ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? മിനിസ്ട്രി ഓഫ് മൈൻസിന് കീഴിലാണ്. മിനിസ്ട്രി ഓഫ് മൈൻസിന് കീഴിലുമാണ്. ഓക്കെ. നമ്മുടെ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് പ്രവർത്തിക്കുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിന് കീഴിലുമാണ്. ഈ ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിന്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിന്റെ ചെയർമാന്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പേര്? സഞ്ജീവ് കുമാർ സിംഗ്. എന്താ പേര്? സഞ്ജീവ് കുമാർ സിംഗ് എന്ന് പറയും. ഓക്കെ. അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് ഏത് ടൈപ്പ് കമ്പനിയാണ്? മിനിരത്ന കമ്പനിയാണ്. ആ കമ്പനി പ്രവർത്തിക്കുന്നത് മിനിസ്ട്രി ഓഫ് മൈൻസിന് കീഴിലുമാണ്. ഓക്കെ. അങ്ങനെയാണ് എങ്കിൽ നമുക്കിവിടെ പറയാവുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ലോഞ്ച് ചെയ്ത ഒരു ഡിസ്പ്യൂട്ട് റിഡ്രസൽ സിസ്റ്റത്തിന്റെ പേരുണ്ട്. അതിന്റെ പേരെന്താണ്? അതായത് ഒരു പരാതികൾ പരിഹരിക്കാനുള്ള സംവിധാനം, അത്രയേ ഉള്ളൂ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ലോഞ്ച് ചെയ്ത ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ലോഞ്ച് ചെയ്ത കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ സിസ്റ്റത്തിന്റെ പേര് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ സിസ്റ്റത്തിന്റെ പേര്? അതിന്റെ പേരാണ് എന്ത്? ഈ ജാഗൃതി എന്ന് പറയും. എന്താ പേര്? ഈ ജാഗൃതി എന്നാണ്. എന്താ പേര്? ഈ ജാഗൃതി എന്നാണ്. അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. എല്ലാവർക്കും അറിയാവുന്ന മറക്കണ്ട. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് പറയാവുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ CBIC, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ്, CBIC ഈ അടുത്ത കാലത്ത് ഒരു മൊബൈൽ ആപ്പ് ലോഞ്ച് ചെയ്തു. ഓക്കെ. അത് നമ്മുടെ ഇന്റർനാഷണൽ ട്രാവലേഴ്സിന് മുൻകൂട്ടി തന്നെ അഡ്വാൻസ് ഡിക്ലറേഷൻസ്, കസ്റ്റം ഡിക്ലറേഷൻ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ CBIC ലോഞ്ച് ചെയ്ത അഡ്വാൻസ് ഡിക്ലറേഷൻ മൊബൈൽ ആപ്പ് ഫോർ ഇന്റർനാഷണൽ ട്രാവലേഴ്സ് എന്താണ് അതിന്റെ പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ മൊബൈൽ ആപ്പിന്റെ പേര്? ആ മൊബൈൽ ആപ്പിന്റെ പേരാണ് എന്ത്? അതിഥി എന്നൊരു ATIHI. അപ്പൊ അതും അവിടെ മറക്കണ്ട. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് വേറെ കാര്യം പറയാം. നമ്മുടെ മഹാരാഷ്ട്ര ഗവൺമെന്റ് ഖാരിഫ് സീസൺ റിവ്യൂ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് ലോഞ്ച് ചെയ്ത ഒരു അഗ്രികൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ മൊബൈൽ ആപ്പ് ഉണ്ട്. എന്താ അതിന്റെ പേര്? മഹാരാഷ്ട്ര ഗവൺമെന്റ് ഖാരിഫ് സീസണുമായി ബന്ധപ്പെട്ട് ലോഞ്ച് ചെയ്ത ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്. ഓക്കെ. ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്. എന്താണ് ആ മൊബൈൽ ആപ്പിന്റെ പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ അതിന്റെ പേര്? അതിന്റെ പേരാണ് മഹാവിസ്താർ എന്നാണ്. എന്താ പേര്? മഹാവിസ്താർ എന്നുമാണ്. അപ്പൊ മഹാരാഷ്ട്ര ഗവൺമെന്റ് ഖാരിഫ് സീസണുമായി ബന്ധപ്പെട്ട് ലോഞ്ച് ചെയ്ത ഒരു റിവ്യൂ മീറ്റിംഗ് മൊബൈൽ ആപ്പ് ഉണ്ട്. അതിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? മഹാവിസ്താർ എന്നുമാണ്. ഓക്കെ. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ IIT ഖരഗ്പൂർ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തു. ആ മൊബൈൽ ആപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ മാപ്പ് മാതിരി റൂട്ടൊക്കെ കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുക. പക്ഷെ അത് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ പൊല്യൂഷൻ, പിന്നെ അവിടുത്തെ എനർജി, പിന്നെ സ്പീഡ്, ഡിസ്റ്റൻസ് തുടങ്ങിയ കാര്യങ്ങൾ നോക്കിയിട്ട് ഒരു മെയിൻ ഏതാണ്? ബാക്കിയെല്ലാം എല്ലാവരിലും ഉണ്ട്. പൊല്യൂഷൻ എന്നുകൊണ്ട്. ഓക്കെ. പൊല്യൂഷനെ ബേസ് ചെയ്തുകൊണ്ട്
പൊല്യൂഷനെ ബേസ് ചെയ്തുകൊണ്ട് റിയൽ ടൈം റൂട്ട് റിയൽ ടൈം റിയൽ ടൈം റിയൽ ടൈം റൂട്ട് സജസ്റ്റ് ചെയ്യുന്ന റിയൽ ടൈം റൂട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു മൊബൈൽ ആപ്പ് ആര് ലോഞ്ച് ചെയ്തിട്ടുണ്ട്? അത് നമ്മുടെ IIT ഖരഗ്പൂർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താണ് ആ മൊബൈൽ ആപ്പിന്റെ പേര് എന്ന് ചോദിച്ചു. എന്താ മൊബൈൽ ആപ്പിന്റെ പേര്? അതിന്റെ പേരാണ് എന്ത്? ഡ്രം എന്ന് പറയും. DRUM ഡ്രം എന്ന് പറയും. DRUM ഡ്രം എന്ന് പറയും. ഈ ഡ്രം എന്ന വേർഡിന്റെ ഫുൾ നെയിം എന്താണ്? ഡൈനാമിക് റൂട്ട് പ്ലാനിംഗ് ഫോർ അർബൻ ഗ്രീൻ മൊബിലിറ്റി എന്നാണ്. ഏതാണ്? IIT നമ്മുടെ ഖരഗ്പൂറാണ്. IIT ഖരഗ്പൂറാണ്. അപ്പൊ ആ പോയിന്റും അവിടെ മറക്കണ്ട. IIT ഖരഗ്പൂറാണ് ആ മൊബൈൽ ആപ്പ് ലോഞ്ച് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ മിനിസ്റ്റർ ആരാണ്? അത് ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. നോർത്ത് ഈസ്റ്റേൺ റീജിയൻ മിനിസ്റ്റർ, ഡെവലപ്മെന്റ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ആരാണ്? നമ്മുടെ ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. ഓക്കെ, ഇവിടെ എന്താ ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന വ്യക്തി ഈ അടുത്ത കാലത്തായിട്ട് നോർത്ത് ഈസ്റ്റേൺ റീജിയനിലെ കുറച്ച് കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്തു. ആ കുട്ടികൾ എന്ന് പറഞ്ഞാല് ISRO വിസിറ്റ് ചെയ്തു. അവര് ഒരു പ്രോഗ്രാം വഴിയാണ് ISRO വിസിറ്റ് ചെയ്തത്. ഓക്കെ, ഒരു പ്രോഗ്രാം വഴി ISRO വിസിറ്റ് ചെയ്ത നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലെ കുറച്ച് കുട്ടികളുമായിട്ട് നമ്മുടെ നോർത്ത് ഈസ്റ്റ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഡെവലപ്മെന്റ് നോർത്ത് ഈസ്റ്റേൺ റീജിയനായ ജ്യോതിരാദിത്യ സിന്ധ്യ ഇന്ററാക്ട് ചെയ്തു. ഏത് പ്രോഗ്രാം വഴി ISRO വിസിറ്റ് ചെയ്ത നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലെ കുട്ടികളുമായിട്ടാണ് ജ്യോതിരാദിത്യ സിന്ധ്യ ഇന്ററാക്ഷൻ നടത്തിയത്? Okay, നോർത്ത് ഈസ്റ്റ് സ്റ്റുഡൻസ് ഞാൻ ചുരുക്കി ഇങ്ങനെ എഴുതുന്നത്. ISRO വിസിറ്റ് ഇന്ററാക്ഷൻ പ്രോഗ്രാം കണ്ടക്റ്റഡ് ബൈ ജ്യോതിരാദിത്യ സിന്ധ്യ മെറിറ്റോറിയസ് ആയ 800 കുട്ടികൾക്ക് ISRO ഈ സ്കീം പ്രകാരം വിസിറ്റ് ചെയ്യാം. ഓക്കെ, മെറിറ്റോറിയസ് 800 കുട്ടികൾ. എല്ലാവരും ഇപ്പൊ പോയി എന്നല്ല പറഞ്ഞത്. 800 കുട്ടികളാണ് ഈ സ്കീം പ്രകാരം വിസിറ്റ് ചെയ്യുന്നത്. ISROയുടെ ആ പ്രോഗ്രാമിന്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പ്രോഗ്രാമിന്റെ പേര്? ആ പ്രോഗ്രാമിന്റെ പേരാണ് എന്ത്? NE സ്പാർക്സ് എന്ന് പറയും. ഓക്കെ, NE എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റേൺ. സ്പാർക്ക് SPARKS സ്പാർക്സ് എന്ന് പറയും. അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. ഈ സ്പാർക്സ് എന്ന വേർഡിന്റെ ഫുൾ നെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ സ്പാർക്സ് എന്ന വേർഡിന്റെ ഫുൾ നെയിം? വേറെ ഒന്നുമില്ല. അതിന്റെ ഫുൾ നെയിം എന്താണ്? നോർത്ത് ഈസ്റ്റ് സ്റ്റുഡൻസ് പ്രോഗ്രാം ഫോർ അവയർനെസ് റീച്ച് ആൻഡ് നോളജ് ഓൺ സ്പേസ് എന്നുമാണ്. ഓക്കെ, ഈ പ്രോഗ്രാമിന്റെ ടാർഗറ്റ് എത്ര സ്റ്റുഡൻസ്? 800 മെറിറ്റോറിയസ് സ്റ്റുഡൻസ്. ചുമ്മാ കുറച്ച് കുട്ടികളൊന്നുമല്ല, 800 സ്റ്റുഡൻസുമാണ്. ഓക്കെ, അപ്പൊ ആ പോയിന്റ് മറക്കണ്ട. ആരാണ് ഇന്ററാക്ഷൻ നടത്തിയത്? ജ്യോതിരാദിത്യ സിന്ധ്യ. അദ്ദേഹം ആരാണ്? അദ്ദേഹം മിനിസ്റ്റർ, നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഡെവലപ്മെന്റ് മിനിസ്റ്റർ ആണ്. ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. അതേമാതിരി ഈ അടുത്ത കാലത്തായിട്ട് ഇന്ത്യൻ ആർമി, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു, എന്ത് നടത്തിയിട്ടുണ്ട്? ഒരു ഫയർ പവർ എക്സസൈസ്. അതിന്റെ പേരെന്താ? അമോഘ് ഫ്യൂറി എന്ന് പഠിച്ചു. അമോഘ് ഫ്യൂറി അത് എവിടെ നടത്തിയത്? മഹാജൻ ഫീൽഡ് രാജസ്ഥാനിലാണെന്ന് നമ്മൾ പഠിച്ചു. പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് പറയാവുന്നതാണ്, ഈ അടുത്ത കാലത്തായിട്ട്
എവിടെ വെച്ചിട്ടാണ് യൂണിവേഴ്സൽ പോസ്റ്റൽ കോൺഗ്രസ് നടന്നത്? യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയനാണ് സംഘടിപ്പിച്ചത്. ആ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ കൗൺസിൽ ഓഫ് അഡ്മിനിസ്ട്രേഷനിലോട്ട് ഇന്ത്യ റീ എലക്ട് ചെയ്യപ്പെടുകയും ചെയ്തു. എത്രാമത്തെ കോൺഗ്രസ് ആണ്, എവിടെ വെച്ച് നടന്നു? ഈ ഇന്ത്യ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ അംഗമായത് ഏത് വർഷമാണ്? അപ്പൊ ചോദ്യം ഇതാണ്, 2025 യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ കോൺഗ്രസ് അത് എത്രാമത്തെ ആയിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര? 28ാമത്തെ ആയിരുന്നു. എവിടെ വെച്ച് നടന്നു? ദുബായിൽ. ഓക്കെ. ഈ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ ഏത് ഇതിലോട്ടാണ് ഇന്ത്യ റീ എലക്ട് ചെയ്യപ്പെട്ടത്? കൗൺസിൽ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പോസ്റ്റൽ ഓപ്പറേഷൻ കൗൺസിൽ പോസ്റ്റൽ ഓപ്പറേഷണൽ കൗൺസിലോട്ട് ഇന്ത്യ റീ എലക്ട് ചെയ്യപ്പെട്ടു. ഓക്കെ. ഈ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയനിൽ ഇന്ത്യ മെമ്പറായി. ഏത് വർഷമാണ് ഇന്ത്യ മെമ്പർ ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ വർഷങ്ങൾക്ക് മുൻപെയാണ്. അത് 1876ലാണ്. അങ്ങനെയാണെങ്കിൽ ഒരുത്തം കണ്ടെത്തുക, യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണെന്ന് കണ്ടെത്തുക. സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ ഹെഡ് ക്വാർട്ടർ എവിടെയെന്ന് കണ്ടെത്തുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഓക്കെ. നമ്മുടെ ടാറ്റ ഗ്രൂപ്പിന്റെ ഡിഫൻസ് വിങ് ആണ് ഇത്, ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് എന്ന് പറയുന്നത്. ആ ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് ഈ അടുത്ത കാലത്തായിട്ട് എവിടെയാണ് വീൽഡ് ആംഡ് പ്ലാറ്റ്ഫോം നിർമ്മിക്കാനുള്ള കോൺട്രാക്ട് സൈൻ ചെയ്തത്? എവിടെയാണ് നിർമ്മിക്കുന്നത്? ഓക്കെ. അത് ആ ടാറ്റ ഗ്രൂപ്പിന്റെ ആദ്യത്തെ ഓവർസീസ് ഡിഫൻസ് മാനുഫാക്ചറിങ് യൂണിറ്റുമാണ്. ഓക്കെ. ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് ഫസ്റ്റ് ഓവർസീസ് ഡിഫൻസ് മാനുഫാക്ചറിങ് യൂണിറ്റ് എവിടെയാണ് തുടങ്ങുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് എവിടെ തുടങ്ങുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. അതെവിടെയാണ്? അത് ആ സ്ഥലം ഏതാണ്? അത് ബെറീച്ചിഡ് എന്ന് പറയും. BERRECHID ബെറീച്ചിഡ് എന്ന് പറയും. ഈ ബെറീച്ചിഡ് എന്ന സ്ഥലം എവിടെയാണ്? മൊറോക്കോയിലാണ്. മൊറോക്കോയിലുമാണ്. അവിടെ എന്താ നിർമ്മിക്കാൻ പോകുന്നത്? വീൽഡ് ആംഡ് പ്ലാറ്റ്ഫോം 8x8 ആണ് നിർമ്മിക്കാൻ പോകുന്നത്. ഓക്കെ. WHAP അതിന് ഫുൾ നെയിം എന്താണെന്ന് വെച്ചാൽ വീൽഡ് ആംഡ് പ്ലാറ്റ്ഫോം 8x8 ആണ് നിർമ്മിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് ഇത് ഇന്ത്യയുടെ ആദ്യത്തെ ആംഫീബിയസ് ഇൻഫൻട്രി കോമ്പാക്ട് വെഹിക്കിൾ ആണിത്. ഇന്ത്യയുടെ ആദ്യത്തെ ആംഫീബിയസ് ഇൻഫൻട്രി കോമ്പാക്ട് വെഹിക്കിൾ ആണ് ഇത്. ഈ ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് DRDOയുമായി ചേർന്നുകൊണ്ട് നിർമ്മിച്ച WHAP. അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാവുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അടുത്ത കാലത്തായിട്ട് ഒരു ടെമ്പിളിൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ഇനാഗ്രേറ്റ് ചെയ്തു. ഓക്കെ. 54 കോടി രൂപയുടെ ആക്ടിവിറ്റീസ് ആണ് ഇവിടെ ഇനാഗ്രേറ്റ് ചെയ്തത്. 54 കോടി രൂപയുടെ ആ ടെമ്പിളില് നമ്മുടെ നരേന്ദ്രമോദി വിസിറ്റ് ചെയ്യുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് 11ാമത്തെ തവണയാണ് ആ ടെമ്പിൾ വിസിറ്റ് ചെയ്യുന്നത്. ഓക്കെ. ആ ടെമ്പിൾ 1501 സ്ഥാപിച്ച ടെമ്പിളുമാണ്. ആ ടെമ്പിൾ സ്ഥാപിച്ച വ്യക്തിയുടെ പേര് മഹാരാജ ധാന്യമാണിക്യ എന്ന വ്യക്തിയുമാണ്. ഓക്കെ.
എന്താണ് ആ ടെമ്പിളിന്റെ പേര്? ആ ടെമ്പിൾ എവിടെയാണെന്ന് വെച്ചാൽ ഉദയ്പൂരിലാണ്. ഈ ഉദയ്പൂർ എന്ന് പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിച്ച് നമ്മുടെ പഴയ സാധാ നോർമൽ ഉദയ്പൂരിലോട്ട് പോകണ്ട. ഈ ഉദയ്പൂര് നമ്മുടെ ത്രിപുരയിലുള്ള ഉദയ്പൂരാണ്. ത്രിപുരയിലുള്ള ഉദയ്പൂരാണ്. ആ ത്രിപുരയിലുള്ള ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിന്റെ പേര് എന്താണ്? മാതാ ത്രിപുര സുന്ദരി ടെമ്പിൾ എന്ന് പറയും. അപ്പൊ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി ആ സ്കീമിന്റെ പേരാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. നരേന്ദ്രമോദി ഇനാഗ്രേറ്റഡ് റീഡെവലപ്മെന്റ് പ്രോജക്ട് അല്ലെങ്കിൽ റീഡെവലപ്മെന്റ് പ്രോജക്ട്. ഓക്കെ, ഏതാണ് ആ ടെമ്പിൾ എന്ന് ചോദിച്ചു. ഏതാ ടെമ്പിള്? മാതാ ത്രിപുര സുന്ദരി ടെമ്പിൾ. മാതാ ത്രിപുര സുന്ദരി ടെമ്പിൾ. ഓക്കെ, ആ ടെമ്പിള് എവിടെയാ ഉള്ളത്? നമ്മുടെ ഈ സദേൺ ത്രിപുരയിലെ സ്ഥലത്താണ് ഉദയ്പൂരിലാണ്. ഉദയ്പൂർ സദേൺ ത്രിപുര. ഓക്കെ, അത് എത്ര കോടി രൂപ ചെലവാക്കിയിട്ടാണ്? 54 കോടി രൂപ. 54 കോടി രൂപ ചെലവാക്കിയിട്ടാണ്. ഈ 54 കോടിയില് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എത്ര കൊടുക്കുന്നു എന്ന് ചോദിച്ചു. എത്ര? 34.43 കോടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കുന്നത്. 34.43 കോടി രൂപയാണ്. ഓക്കെ, ബാക്കി ഗവൺമെന്റ് ഓഫ് ത്രിപുര എത്ര കോടി രൂപ ചെലവാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 17.61 കോടി രൂപയാണ്. ഇത് പറയാനുള്ള കാരണം എന്താ? നമുക്ക് അറിയാലോ. അപ്പൊ ഇത് ഏത് ടൈപ്പ് സ്കീമാ? സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്. സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്. ഇനി ഏതാണ് ആ സ്കീം? ആ സ്കീമിന്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്കീമിന്റെ പേര് എന്താണ്? ആ സ്കീമിന്റെ പേരാണ് പ്രസാദ് എന്ന് പറയും. PRA. ഓർത്ത് വെക്കണം, ഇത് ഇമ്പോർട്ടന്റ്. PRASHAD, പ്രസാദ് എന്ന് പറയും. ഈ പ്രസാദ് എന്ന വേർഡിന്റെ ഫുൾ നെയിം എന്താണ്? പിൽഗ്രിമേജ് റെജുവനേഷൻ ആൻഡ് സ്പിരിച്വൽ ഹെറിറ്റേജ് ഓഗ്മെന്റേഷൻ ഡ്രൈവ് എന്ന് പറയും. ഓക്കെ, അതാണ് പ്രസാദ് എന്ന വേർഡിന്റെ ഫുൾ നെയിം. ഇനി ഈ ടെമ്പിൾ സ്ഥാപിച്ച ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെമ്പിള് ബിൽറ്റ് ഇൻ ഏത് വർഷമാണ്? 1501 1501 ഈ ടെമ്പിൾ സ്ഥാപിച്ചത്. ആ ടെമ്പിൾ സ്ഥാപിച്ച രാജാവിന്റെ പേര് എന്താണ്? മഹാരാജ മാണിക്യ എന്നും പറയും. ഓക്കെ, നരേന്ദ്രൻ 11 തവണ അവിടെ വിസിറ്റ്. ജസ്റ്റ് ഓർത്ത് വെക്കുക. അപ്പൊ ഈ ടെമ്പിളിലെ ഏറ്റവും വലിയതെന്നല്ല, ഈ ടെമ്പിളിലെ പ്രസാദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു പേടയാണ്. ആ പേടയ്ക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അതിന് GI ടാഗ് ലഭിച്ച ഒരു പേടയാണ്. ഓക്കെ, ഈ ടെമ്പിള് ആ GI ടാഗ് ലഭിച്ച, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ത്രിപുരയിലെ GI ടാഗ് ലഭിച്ച പേട ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പേടയുടെ പേര് എന്താണ്? അതിന്റെ പേര് മാത്താബാരി പേട എന്ന് പറയും. മാത്താബാരി പേട. ഇതാണ് ഈ ടെമ്പിളിലെ പ്രസാദമായി കൊടുക്കുന്നത്. മാത്താബാരി പേടയാണ്. ഓക്കെ, അപ്പൊ അവിടെ മറക്കണ്ട. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നമുക്ക് പറയാവുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ആസാം എന്ന സംസ്ഥാനത്തെ അർബൻ ലിവബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് റീസലൻസ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ADB എത്രയാണ് ലോൺ കൊടുത്തത്? ആസാം എന്ന സ്റ്റേറ്റിന് അവിടുത്തെ അർബൻ ലിവബിലിറ്റി ബൂസ്റ്റ് ചെയ്യാൻ, അർബൻ ലിവബിലിറ്റി ബൂസ്റ്റ് ചെയ്യുക. പിന്നെ ക്ലൈമറ്റ് റീസൈലൻസ് ബൂസ്റ്റ് ചെയ്യുക. ഇതിന്റെ ഭാഗമായിട്ട് ADB എത്രയാണ് ലോൺ കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ADB ലോൺ കൊടുത്തത്? അത് 125 മില്യൺ $125 മില്യൺ നമുക്കറിയാം. ADB സ്ഥാപിതമായ വർഷം 1966 ADB സ്ഥാപിതമായത്. മസാറ്റോ കാൻഡയാണ് പ്രസിഡന്റ്. മസാറ്റോ കാൻഡയാണ് അതിന്റെ ADBയുടെ പ്രസിഡന്റ് എന്ന് പറയാം.
ഓക്കെ, ആ ADB-യിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 69 മെമ്പേഴ്സ് ഉള്ളത്. 69 മെമ്പേഴ്സാണ് ADB-യിൽ ഉള്ളത്. അതിൽ ഏഷ്യ പസഫിക് റീജിയൻ എത്ര പേരാ ഉള്ളത്? 50 പേര്. ഏഷ്യ പസഫിക് റീജിയൻ 50 പേര്. ഓക്കെ, റീജിയൻ 50 പേരാണ് ഏഷ്യ പസഫിക് റീജിയൻ എന്നുള്ളത്. ടോട്ടൽ 69 മെമ്പേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ ADB ലോൺ കൊടുത്തു ആർക്ക്? നമ്മുടെ ആസാമിന്. എന്തിനു വേണ്ടി ലോൺ കൊടുത്തു? അർബൻ ലിവബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് റീസലൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. അങ്ങനെയാണ് എങ്കിൽ നമുക്കിവിടെ പറയാവുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഉത്തരം പറയാവുന്ന ചോദ്യമാണ്. ഓക്കെ, 2026 ഓസ്കാർ അവാർഡ് എത്രാമത്തെ ഓസ്കാർ അവാർഡാണ്? 2026 ഓസ്കാർ അവാർഡ് എത്രാമത്തെ ഓസ്കാർ അവാർഡാണ്? ഈ ഓസ്കാർ അവാർഡിനെ വിളിക്കുന്ന വേറെ പേരെന്താ? അക്കാദമി അവാർഡ് എന്ന് പറയും. അക്കാദമി അവാർഡ് എന്നും പറയും. ഓസ്കാർ അവാർഡിനെ വിളിക്കുന്ന വേറെ പേരെന്താ? അക്കാദമി അവാർഡ് എന്നും പറയും. അക്കാദമി അവാർഡ് എന്ന് പറയും. നമുക്കൊരു കാര്യം പറയാം, ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ആയിട്ട് പോയ സിനിമ ഏതാണ്? ഹോം ബൗണ്ട് എന്ന സിനിമ. ഒഫീഷ്യൽ എൻട്രി ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ഈ സിനിമ ഏതാണ്? ഹോം ബൗണ്ട്. HOME, ഹോം ബൗണ്ട് എന്നാണ്. ഇവിടെ ഈ ഹോം ബൗണ്ട് ഏത് കാറ്റഗറിയിലാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ആയിട്ട് 2026 ഓസ്കാർ അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടത്? ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം. ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം എന്ന കാറ്റഗറിയിലുമാണ്. ഓക്കെ, ആ സിനിമയുടെ പ്രൊഡ്യൂസർ ആരാണ്? കരൺ ജോഹറാണ്. പ്രൊഡ്യൂസർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കരൺ ജോഹറാണ് സിനിമയുടെ പ്രൊഡ്യൂസർ. ഓക്കെ, അതിന് ഡയറക്ടർ ആരാണ്? നീരജ് ഗായ്വാനാണ്. ഡയറക്ടർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്ടർ ആരാണ്? നീരജ് ഗായ്വാൻ. GHAYWN. നീരജ് ഗായ്വാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് എന്താണ്? ധർമ്മ പ്രൊഡക്ഷൻ ആണ്. പ്രൊഡക്ഷൻ കമ്പനി ഏതാണെന്ന് വെച്ചാൽ ധർമ്മ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ കമ്പനി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരെന്താണ്? ധർമ്മ പ്രൊഡക്ഷനുമാണ്. അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. 2026 ഓസ്കാർ അവാർഡ്. ഓക്കെ, ഓസ്കാർ അവാർഡിനെ വിളിക്കുന്ന പേര് അക്കാദമി അവാർഡുമാണ്. ഇനി എത്രാമത്തെ ഓസ്കാർ അവാർഡാണെന്ന് ചോദിച്ചാൽ എത്രാമത്തെയാണ്? 96 ആണ്. 96ാമത്തെ ഓസ്കാർ അവാർഡുമാണ്. ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം എന്ന കാറ്റഗറിയിലാണ് നീരജ് ഗായ്വാന്റെ ഹോം ബൗണ്ട് എന്ന സിനിമ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, T20 ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ 100 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ മെയിൽ ക്രിക്കറ്റർ ആരാണ്? അദ്ദേഹം എത്ര മത്സരത്തിലാണ് ഈ നേട്ടം കൈവരിച്ചത്? അദ്ദേഹത്തിന് 100ാമത്തെ വിക്കറ്റ് ആരുടെ വിക്കറ്റാണ് അദ്ദേഹത്തിന് 100ാമത്തെ വിക്കറ്റ് ആരുടേതാണ്? ഓക്കെ, നമുക്ക് സിമ്പിൾ ആയിട്ട് ചോദ്യമാണ്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഫാസ്റ്റ് ഇന്ത്യൻ ബൗളർ ടു ടേക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇതിന് മാത്രം ടു ടേക്ക് 100 wickets in T20 ഇന്റർനാഷണൽ. ആരാണ് ആ ക്രിക്കറ്റർ എന്ന് ചോദിച്ചാൽ എന്താണ് ക്രിക്കറ്റ് പേര്? അർഷ്ദീപ് സിംഗ് എന്ന് പറയും. എന്താ പേര്? ഹർഷ്ദീപ് സിംഗ് എന്ന് പറയും. ഓക്കെ, അർഷ്ദീപ് സിംഗ് എന്ന് പറയും. ഫസ്റ്റ് ഇന്ത്യൻ ബൗളർ ടു ടേക്ക് 100 വിക്കറ്റ്സ് ഇൻ T20 ഇന്റർനാഷണൽ അർഷ്ദീപ് സിംഗ് ആണ്. എത്ര മത്സരത്തിലാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 64 മത്സരത്തിൽ. ഓക്കെ, ഒമാന്റെ ഒരു ക്രിക്കറ്റ് താരത്തെ പുറത്താക്കിക്കൊണ്ടാണ് ഇദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത്. ഒമാന്റെ ക്രിക്കറ്റ് താരത്തിന്റെ പേരാണ് വിനായക് ശുക്ല എന്ന് പറയും. ഒമാൻ ഇന്ത്യക്കാരാണ് ഒമാൻ ടീമിൽ മിക്കവാറും. ഒമാന്റെ ക്രിക്കറ്റ് താരത്തിന്റെ പേരാണ് വിനായക് ശുക്ല എന്ന് പറയുന്ന വ്യക്തിയുമാണ്. ഓക്കെ, ക്രിക്കറ്ററുമാണ്. ആ പോയിന്റ് അവിടെ മറക്കണ്ട. ഏഷ്യ കപ്പിലാണെന്ന് കാര്യം നമുക്കറിയാം. ആണെന്ന് കാര്യം ഒമാൻ നമ്മുടെ ഗ്രൂപ്പ് 4 മത്സരത്തിലാണ് ആ നേട്ടം അദ്ദേഹം കൈവരിച്ചത്. ഗ്രൂപ്പ് 4 മത്സരത്തിൽ. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നമുക്ക് പറയാവുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യ CAGI, ആ CAGയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം 2022-2023 കാലയളവില് എത്ര ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് റവന്യൂ സർപ്ലസ് റെക്കോർഡ് ചെയ്തത്? അതായത് നല്ല രീതിയിൽ റവന്യൂ ചെലവിന് കുറവും
റവന്യൂ സർപ്ലസ് റെക്കോർഡ് ചെയ്ത സംസ്ഥാനങ്ങളുടെ എണ്ണം എത്ര? അക്കോർഡിംഗ് ടു CAGI 2022-23 ടൈം പീരീഡില് റവന്യൂ സർപ്ലസ് റെക്കോർഡ് ചെയ്ത സംസ്ഥാനങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണത്? ഇത് 16 സ്റ്റേറ്റ് ആണ്. 16 സ്റ്റേറ്റ് ആണ്. ഓക്കെ, ആ 16 സ്റ്റേറ്റ് ഒന്നാം സ്ഥാനത്ത് ആരെന്ന് ചോദിച്ചാൽ അത് UP ആണ്. ഒന്നാം സ്ഥാനത്ത് ആരാണ്? UP ആണ്. UP യുടെ എമൗണ്ട് എത്രയാണ്? റവന്യൂ സർപ്ലസ് എമൗണ്ട് 37,263 കോടി രൂപയുമാണ്. ഓക്കെ, 37,263 കോടി രൂപയാണ്. രണ്ടാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഗുജറാത്ത്. രണ്ടാം സ്ഥാനത്ത് ഗുജറാത്താണ്. ഗുജറാത്തിന്റെ റവന്യൂ സർപ്ലസ് എമൗണ്ട് എത്രയാണ്? 19,865 കോടി രൂപയാണ്. മൂന്നാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു. മൂന്നാം സ്ഥാനത്ത് ആരാണ്? ഒഡീസയാണ്. ഒഡീസയുടെ റവന്യൂ സർപ്ലസ് എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണത്? 19,456 കോടി രൂപയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാം ഈ റവന്യൂ ഡെഫിസിറ്റ് അപ്പൊ സ്വാഭാവികമായിട്ട് എത്രയാണ്? റവന്യൂ ഡെഫിസിറ്റ് ഉണ്ടായിട്ടുള്ള സംസ്ഥാനങ്ങൾ 12. റവന്യൂ ഡെഫിസിറ്റ് ഉണ്ടായ സംസ്ഥാനങ്ങളിനകത്ത് 12. ഇപ്പൊ കേരളമൊക്കെ റവന്യൂ ഡെഫിസിറ്റ് ഉള്ള സംസ്ഥാനങ്ങൾ പെട്ടതാണ്. കേരളമൊക്കെ റവന്യൂ ഡെഫിസിറ്റ്. ഓക്കെ, കേരളത്തെ റവന്യൂ ഡെഫിസിറ്റ്. അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. ഇവിടെ കേരളത്തിന്റെ റവന്യൂ ഡെഫിസിറ്റ് ചുമ്മാ പറയാം, ജസ്റ്റ് നമ്മുടെ 15.28%. അപ്പൊ കംട്രോളർ ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യയുടെ 2022 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ 16 സംസ്ഥാനങ്ങൾ മാത്രമേ എന്തുള്ളൂ? റവന്യൂ സർപ്ലസ് റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നമുക്ക് പറയാവുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്രിട്ടിക്കൽ മിനറൽ മിഷന്റെ കാര്യമൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ റവന്യൂ സർപ്ലസ് എത്ര സംസ്ഥാനങ്ങളാണ്? 16 സംസ്ഥാനങ്ങളാണെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് പറയാവുന്ന ചോദ്യം ഇതാണ്. ആ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഈ അടുത്ത കാലത്ത് നമ്മുടെ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സയന്റിസ്റ്റുമാരുടെ ഒരു മിഷൻ ഉണ്ട്. ആ മിഷൻ എന്തിനെ കുറിച്ചുള്ളായിരുന്നു? നമ്മളെ കോസ്മിക് ഡോണുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു മിഷൻ ഉണ്ട്. എന്താണ് അതിന്റെ പേര്? ഓക്കെ, അത് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ISROയും സംയുക്തമായിട്ടാണ് മിഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. എന്താണ് അതിന്റെ പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരെന്താണ്? അതിന്റെ പേരാണ് എന്ത്? പ്രത്യുഷ് എന്ന് പറയും. പ്രത്യുഷ്. ഇപ്പൊ കോസ്മിക് ഡോണുകളെ കുറിച്ച് പഠിക്കുന്ന നമ്മുടെ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബംഗളൂരുവിന്റെയും ISROയുടെയും രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബംഗളൂരുവിലാണ്. ഓക്കെ, രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബംഗളൂരുവിന്റെയും ISROയും സംയുക്തമായിട്ടുള്ള ആ മിഷന്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മിഷന്റെ പേര് എന്താണ്? അതിന്റെ പേരാണ് എന്ത്? പ്രത്യുഷ്. PRATUSH. പ്രത്യുഷ് എന്ന് പറയും. ഈ പ്രത്യുഷിന്റെ ഫുൾ നെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബിംഗ്. പ്രോബിംഗ് റീഅയണൈസേഷൻ of the universe using signal from hydrogen എന്ന് പറയാം. ഓക്കെ, ഇതൊരു പ്രത്യുഷ് എന്ന് പറയുന്നത് റേഡിയോ ടെലസ്കോപ്പ് ആണ്. അപ്പൊ റേഡിയോ ടെലസ്കോപ്പ് മിഷനാണ് അത്. റേഡിയോ ടെലസ്കോപ്പ് ആണ് ഇത് പ്രത്യുഷ് എന്ന് പറയുന്നത്. അപ്പൊ ആ പോയിന്റും അവിടെ മറക്കണ്ട. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് പറയാവുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ഈജിപ്തിലെ മെഡിറ്ററേനിയൻ സീയുടെ ഭാഗമായിട്ടുള്ള ഏത് പോർട്ടിലാണ് ഐനസ് ത്രിഗാന്ത് എത്തിയത്? ബ്രൈറ്റ് സ്റ്റാറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഐനസ് ത്രിഗാന്ത്
ബ്രൈറ്റ് സ്റ്റാർ എന്നൊരു മൾട്ടിനാഷണൽ എക്സസൈസ് ഈജിപ്തും US കൂടിയിട്ട് ബ്രൈറ്റ് സ്റ്റാർ ബ്രൈറ്റ് സ്റ്റാറിൽ പങ്കെടുക്കുന്നതിന് ഭാഗമായിട്ട് ഐനസ് ത്രികാന്ത് ഏത് പോർട്ടിലാണ് എത്തിയതെന്ന് വെച്ചാൽ ഏതാണ്? അലക്സാൻഡ്രിയ പോർട്ട്. എവിടെ? ഈജിപ്തുമാണ്. ഈ ഐനസ് ത്രികാന്ത് പറയുന്ന ഏത് ടൈപ്പ് കപ്പലാണ്? സ്റ്റെൽത്ത് ഫ്രൈഗേറ്റ് ഷിപ്പാണ്. സ്റ്റെൽത്ത് ഫ്രൈഗേറ്റ് ഷിപ്പാണ് ഏത്? ഐനസ് ത്രികാന്ത് എന്ന് പറയുന്ന കപ്പല്. സ്റ്റെൽത്ത് ഫ്രൈഗേറ്റ് ഷിപ്പാണ് ഐനസ് ത്രികാന്ത് പറയുന്ന കപ്പല്. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നമുക്ക് പറയാവുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ ചോദ്യം ഇതാണ്. നമ്മുടെ ജിദ്ദ പോർട്ട് സൗദി അറേബ്യയിലാണെന്നറിയാം. ജിദ്ദ പോർട്ടില് രണ്ട് ഇന്ത്യൻ കപ്പലുകൾ എത്തി. ഇന്ത്യയും സൗദി അറേബ്യയും സംയുക്തമായിട്ട് ഒരു പാസേജ് എക്സൈസ് സംഘടിപ്പിച്ചു. ഓക്കെ, ജിദ്ദ പോർട്ടിൽ പാസേജ് എക്സൈസ്. ഇവിടെ ചോദ്യം ജിദ്ദ പോർട്ടോടെ സൗദി അറേബ്യയിലുമാണ്. ഓക്കെ, ഈ പാസേജ് എക്സൈസിൽ പങ്കെടുത്ത ഇന്ത്യയുടെ കപ്പലുകൾ ഏതൊക്കെയാണ്? ഏതെല്ലാം ഇന്ത്യൻ ഷിപ്പുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെല്ലാമാണ്? ഒന്ന് തമാലാണ്, ഐനസ് തമാലും, പിന്നെ ഏതാണ്? ഐനസ് സൂറത്തുമാണ്. ഓക്കെ, ഈ സൗദി അറേബ്യൻ ഷിപ്പ് ഏതാണെന്ന് ചോദിച്ചു. ആ സൗദി അറേബ്യൻ ഷിപ്പിന്റെ പേര് എന്താണ്? അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്ര പറഞ്ഞത്. അത് ഏതാണ്? അതൊരു കോർവറ്റ് ഷിപ്പിന്റെ പേര് എന്താണ്? HMS ജാസൻ എന്ന് പറയും. HMS ജാസനുമാണ്. അത് മറക്കണ്ട, HMS ജാസനുമാണ്. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നമുക്ക് പറയാവുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാവുന്ന ചോദ്യമാണ്. അപ്പോ HMS ജാസനുമാണ്. ഓക്കെ, നമ്മുടെ IRDA ലോഞ്ച് ചെയ്ത യൂണിഫൈഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ, ഏതാ? ബീമാ സുഖം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാവുന്ന ചോദ്യം ഇതാണ്. ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനത്ത് എവിടെയാണ് സെന്റർ ഓഫ് എക്സലൻസ് ഫോർ AI സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ഥാപിക്കുന്നത്? ഏത് കമ്പനിയാണ്? 10 കോടി രൂപയാണ് അത് 10 കോടി രൂപയാണ് ചിലവാക്കുന്നത്. ഓക്കെ, അപ്പൊ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡ് AI powered high performance computing facility and center of excellence in AI സ്കിൽ ഡെവലപ്മെന്റ് എവിടെയാണെന്ന് ചോദിച്ചു. ഉത്തരാഖണ്ഡിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ യൂണിവേഴ്സിറ്റി പേര് എന്താണ്? അതൊരു ഡീം ടു ബി യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റി പേര് എന്താണ്? ഗ്രാഫിക് എറ യൂണിവേഴ്സിറ്റിയിലാണ്. ഓക്കെ, ഇവിടെ ചോദ്യം ഏത് കമ്പനിയാണ് നിർമ്മിക്കുന്നത്? കമ്പനി ഏതാണ് എന്ന് ചോദിച്ചു. ആ കമ്പനിയുടെ പേരെന്താണ്? ഈ സെന്റർ ഓഫ് എക്സലൻസിന് AI പവർഡ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റിയും പവർ ചെയ്യുന്ന കമ്പനിയുടെ പേര് എന്താണ്? NVIDIA എന്ന കമ്പനിയാണ്. എത്ര കോടി രൂപ ചിലവാക്കിയിട്ടാണ് നിർമ്മിക്കുന്നത് എന്ന് ചോദിച്ചാൽ എത്ര കോടി രൂപ? 10 കോടി രൂപ ചിലവാക്കിയിട്ടാണ്. എന്താണ്? ഗ്രാഫിക് എറ യൂണിവേഴ്സിറ്റി NAC A+ ഗ്രേഡ് ലഭിച്ച ഒരു യൂണിവേഴ്സിറ്റിയുമാണ്. നമ്മുടെ NIRF റാങ്ക്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റാങ്കിങ് ഫ്രെയിംവർക്കിൽ 48ാമത്തെ റാങ്കുള്ള ഒരു യൂണിവേഴ്സിറ്റിയുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ. ഈ അടുത്ത റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു മൈക്രോ സൈറ്റ് ലോഞ്ച് ചെയ്തു. അത് ബാങ്ക് നോട്ടുകളുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്ത മൈക്രോ സൈറ്റിന്റെ പേരെന്താണ്? ഓക്കെ, RBI ലോഞ്ച് ചെയ്ത ബാങ്ക് നോട്ട് ഇത് ഞാൻ തന്നിട്ടുള്ള നോട്ടിലുണ്ടെന്ന് വിചാരിക്കുന്നു. ബാങ്ക് നോട്ട് മൈക്രോ സൈറ്റിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
എന്താ മൈക്രോസൈറ്റിന്റെ പേര്? അതിന്റെ പേരെന്താണ്? നമുക്ക് പറയാവുന്ന പേരാണ് എന്താണ്? ഇന്ത്യ കറൻസി. ഇന്ത്യ ഇന്ത്യ കറൻസി ഇന്ത്യ കറൻസി .RBI.org.in എന്നുമാണ്. ഓക്കെ, അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്ത ഒരു മൈക്രോ സൈറ്റ് ഉണ്ട് ബാങ്ക് നോട്ടുകളുമായി. അത് ഒരു നോട്ട് കിട്ടിയിട്ടുള്ളത് എങ്ങനെയാണ്, ഫേക്ക് ആണോ അല്ലേ എന്നൊക്കെ കണ്ടുപിടിക്കുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നിലവിലൊരു സൈറ്റ് ഉണ്ട്, അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഓക്കെ, ഏത് സൈറ്റിനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്? അതാണ് ഇവിടെ ചോദ്യം. റീപ്ലേസ് ചെയ്യുന്നത് ഏത് സൈറ്റിനെയാണ്? റീപ്ലേസ് ചെയ്യുന്നത് ഏത് സൈറ്റിനെയാണെന്ന് ചോദിച്ചാൽ ആ സൈറ്റിന്റെ പേര് എന്താണ്? പൈസ ബോൾത്താഹേ എന്ന്. പൈസ ബോൾത്താഹേ .RBI.org.in എന്ന വെബ്സൈറ്റിനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്. ഏത്? ഇന്ത്യ കറൻസി .RBI.org.in എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. അങ്ങനെയാണ് എങ്കിലേ നമുക്ക് പറയാവുന്ന ചോദ്യമുണ്ട്. എന്താണ് ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഓക്കെ, നമ്മൾ ടിക്കറ്റ് ഇപ്പൊ ബുക്ക് ചെയ്യുന്ന സമയത്ത് 15 മിനിറ്റ് ബുക്ക് ഫസ്റ്റ് 15 മിനിറ്റ് ബുക്ക് ചെയ്യണം, ആധാർ മാൻഡേറ്ററി ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേ. അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ ആധാർ മാൻഡേറ്ററി ആണെന്ന്. അങ്ങനെയാണ് എങ്കിൽ ഈ അടുത്ത കാലത്തായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെയാണ് 10 കോടി രൂപ ചിലവാക്കിയിട്ട് സെക്സ് സോർട്ടഡ് സെമന്റ് ഫെസിലിറ്റി ലോഞ്ച് ചെയ്തത്? അത് ലോഞ്ച് ചെയ്ത് നമ്മുടെ രാഷ്ട്രീയ ഗോകുൽ മിഷന് കീഴിലുമാണ്. 5 ലക്ഷം ഡോസുകൾ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന് ഈ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. 90% ആക്യുറസിയോട് കൂടിയിട്ട്. ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നരേന്ദ്രമോദി ഇനാഗ്രേറ്റ് സെക്സ് സോർട്ടഡ് സെമന്റ് ഫെസിലിറ്റി അണ്ടർ രാഷ്ട്രീയ ഗോകുൽ മിഷൻ. ഓക്കെ, നമ്മുടെ ഡയറി സെക്ടറുമായി ബന്ധപ്പെട്ട് എവിടെയാണ് തുടങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെയാണത് തുടങ്ങിയത്? എവിടെ തുടങ്ങിയത്? ആ സ്ഥലത്തിന്റെ പേരെന്താണ്? അതിന്റെ സ്ഥലത്തിന്റെ പേര് എന്താണ്? പൂർണിയ എന്ന സ്ഥലത്താണ്. പൂർണിയ പൂർണിയ എന്ന സ്ഥലം എവിടെ? ബീഹാറിലാണ്. എത്ര കോടി രൂപ ചിലവാക്കിയിട്ടാണ് ഇത് നിർമ്മിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എത്ര കോടി രൂപ? 10 പോസ്റ്റ് എത്രയാണ്? 10 കോടി രൂപയുമാണ്. ഇവിടെ ഉപയോഗിക്കുന്ന ടെക്നോളജി ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? ടെക്നോളജി. ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ടെക്നോളജിയാണ്. ഗൗസോർ ടെക്നോളജിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 90% ആക്യുറസി ഉണ്ട്. ഏത് സ്കീമിന് കീഴിലാ? രാഷ്ട്രീയ ഗോകുൽ മിഷന് കീഴിലുമാണ്. ഓക്കെ, രാഷ്ട്രീയ ഗോകുൽ മിഷൻ. ഓക്കെ, അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2025 വുമൺ ഏഷ്യ കപ്പ് ഹോക്കി മത്സരം എവിടെ വെച്ചിട്ടാണ് നടന്നത്? എത്രാമത്തെ എഡിഷൻ ആണ്? ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും, ഒരു പോയിന്റ് വിട്ടുപോയ സംശയം. 2025 ഏഷ്യൻ വുമൺ ഹോക്കി ചാമ്പ്യൻഷിപ്പ്. ഓക്കെ, എത്രാമത്തെ? 11ാമത്തെ എഡിഷനുമായിരുന്നു. ഏഷ്യൻ ഹോക്കി ഫെഡറേഷൻ അത് ഓർഗനൈസ് ചെയ്തു. ഓക്കെ, ഇതിലെ വിന്നേഴ്സ് ഡയറക്റ്റ് ആയിട്ട് അടുത്ത വർഷം നടക്കുന്ന വേൾഡ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ക്വാളിഫൈ ചെയ്യും. ഇവിടെ വെച്ചിട്ടാണ് ഫൈനൽ മത്സരം നടന്നത് എന്ന് ചോദിച്ചാൽ എവിടെയാ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗോങ്ഷു കനാൽ സ്പോർട്സ് കോംപ്ലക്സ് അതെവിടെയാ? ചൈനയിലാണ്. ഗോങ്ഷു കനാൽ സ്പോർട്സ് കോംപ്ലക്സ് എവിടെയാണ്? ചൈനയിലാണ്. 11ാമത്തെ എഡിഷനുമാണെന്ന് പറയാം. ഓക്കെ, അതില് ചാമ്പ്യൻ ആയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാ? ചൈനയാണ് ചാമ്പ്യൻ ആയത്. ചാമ്പ്യൻ ചൈനയാണ്. ഇന്ത്യ 4-1 തോറ്റു. ഓക്കെ, റണ്ണറപ്പ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയാണ്. എത്രാമത്തെ എഡിഷൻ? 11ാമത്തെ എഡിഷനുമാണ്. എഡിഷൻ എത്രയെന്ന് വെച്ചാൽ എത്രയാണ്? 11ാമത്തെ എഡിഷനുമാണ്. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നമുക്ക് പറയാവുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകളെ കൺട്രോൾ ചെയ്യുന്നവരാണ്? സെബി ആണെന്ന കാര്യം നമുക്കറിയാം. മ്യൂച്വൽ ഫണ്ടുകളെ കൺട്രോൾ ചെയ്യുന്നവരെ സെബിയാണ്. ആ സെബി ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ബറോഡ BNP പാരിബാസിന്റെ 2 മ്യൂച്വൽ ഫണ്ടുകളുടെ മെർജിങ്ങിന് അനുമതി കൊടുത്തു. ഏതെല്ലാം മ്യൂച്വൽ ഫണ്ടുകളാണ് അവിടെ മെർജ് ചെയ്യുന്നത്? ആ മെർജ് ചെയ്യുന്നത് സെബി മ്യൂച്വൽ ഫണ്ട് റെഗുലേഷൻ 1996 പ്രകാരമാണ് മെർജ് ചെയ്യുന്നത്.
ഓക്കെ, ഇവിടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മെർജിങ് വിത്ത് എന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്, ഏതെല്ലാം മ്യൂച്വൽ ഫണ്ടുകളാണ് മെർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ചോദ്യം എന്താണെന്ന് വെച്ചാൽ സെബി അപ്രൂവ്ഡ്, സെബി അപ്രൂവ്ഡ്, സെബി അപ്രൂവ്ഡ് ബറോഡ BNP പാരിബാസ്, ബറോഡ BNP പാരിബാസ്, BNP പാരിബാസ് മ്യൂച്വൽ ഫണ്ട് മെർജിങ്, ബറോഡ BNP പാരിബാസ് മ്യൂച്വൽ ഫണ്ട് മെർജിങ്. ഏതെല്ലാം മ്യൂച്വൽ ഫണ്ടുകളാണ് മെർജ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെല്ലാമാണ്? അതിന്റെ പേരെന്താണ്? ബറോഡ ബറോഡ BNP പാരിബാസ്, BNP പാരിബാസ് ബാങ്കിങ് ചോദിക്കാവുന്ന ചോദ്യമാണ്. ബാങ്കിങ് ആൻഡ് PSU ബോണ്ട് ഫണ്ട്, ഓക്കെ, അതൊരു മ്യൂച്വൽ ഫണ്ട്. രണ്ടാമത്തെ മ്യൂച്വൽ ഫണ്ട് ഏതാണ്? അവരുമായിട്ട് മെർജ് ചെയ്യുന്നത്, അതിന്റെ പേരെന്താണ്? ബറോഡ BNP പാരിബാസ്, ബറോഡ BNP പാരിബാസ് ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട്. ഇതാണ് രണ്ട് മ്യൂച്വൽ ഫണ്ടുകളുടെയും പേര്, ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട്. ഓക്കെ, ഈ മെർജിങ് എന്നുള്ള വിത്ത് എഫക്ട് ഫ്രം എന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്? ഒക്ടോബർ 17 2025 മുതലാണ് ഈ മെർജിങ്ങിന് അനുമതി കിട്ടിയത്. ഏത് റെഗുലേഷൻ വഴിയാണ്? അതാ റെഗുലേഷന്റെ പേര് സെബി മ്യൂച്വൽ ഫണ്ട് റെഗുലേഷൻ, സെബി മ്യൂച്വൽ ഫണ്ട് റെഗുലേഷൻ 1996, സെബി മ്യൂച്വൽ ഫണ്ട് റെഗുലേഷൻ 1996 പ്രകാരം. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്, മറക്കണ്ട. ഈ ക്യാപിറ്റൽ മാർക്കിനെ കൺട്രോൾ ചെയ്യുന്ന സെബി, ബറോഡ BNP പാരിബാസ് മ്യൂച്വൽ ഫണ്ടിന്റെ രണ്ട് മ്യൂച്വൽ ഫണ്ടുകളെ മെർജിങ്ങിന് അനുമതി കൊടുത്തു. അത് ഏതെല്ലാം മ്യൂച്വൽ ഫണ്ടുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബറോഡ BNP പാരിബാസ് ഷോർട്ട് ഡ്യൂറേഷനും, പിന്നെ ഏതാണ്? ബാങ്കിങ് ആൻഡ് PSU ബോണ്ട് ഫണ്ടിനുമാണ്. അപ്പോൾ ആ പോയിന്റ് അവിടെ മറക്കണ്ട. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് പറയാവുന്ന ചോദ്യമുണ്ട്. നമ്മുടെ ദൂരദർശൻ ആ ദൂരദർശന്റെ എത്രാമത്തെ ഫൗണ്ടേഷൻ ഡേ ആണ് ഇപ്പൊ കഴിഞ്ഞത്? ആ ദൂരദർശന്റെ ഫൗണ്ടേഷൻ ഡേയുമായി ബന്ധപ്പെട്ട് ദൂരദർശൻ നമ്മുടെ പ്രസാർ ഭാരതി, ഓക്കെ, ആ പ്രസാർ ഭാരതി ആരുമായിട്ടാണ് ഇപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ ബ്രോഡ്കാസ്റ്റ് റോഡ് മാപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള അഗ്രിമെന്റ് ഒപ്പുവെച്ചത്? ആ ദൂരദർശന്റെ ഈ വർഷത്തെ ഫൗണ്ടേഷൻ ഡേയുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയ ഒരു കൾച്ചറൽ ഇവന്റ് ഉണ്ട്. എന്താണ് അതിന്റെ പേര്? അപ്പൊ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൂരദർശൻ, ഓക്കെ, ദൂരദർശൻ പ്രസാർ ഭാരതി ഇപ്പൊ ഒന്നാണ്, ദൂരദർശനിൽ പഴയത്. ആ ദൂരദർശന്റെ എത്രാമത്തെ ഫൗണ്ടേഷൻ ഡേ ആണ് 2025 സെലിബ്രേറ്റ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 എത്രാമത്തെ ഫൗണ്ടേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്ത്? അത് 66 ആണ്, 66 ഓക്കെ. അങ്ങനെയാണെങ്കിൽ അത് എന്നായിരുന്നു? സെപ്റ്റംബർ 15 2025 അതുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ കൾച്ചറൽ ഇവന്റ് ഉണ്ട്. ആ കൾച്ചറൽ ഇവന്റിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കൾച്ചറൽ ഇവന്റിന്റെ പേര്? അതിന്റെ പേരാണ് ശബ്ദാഞ്ജലി DD@66 എന്ന്, ശബ്ദാഞ്ജലി DD@66 എന്നുമാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് ജനറേഷൻ ബ്രോഡ്കാസ്റ്റ് സംവിധാനം ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ദൂരദർശൻ ആരുമായിട്ട് MOU ഒപ്പുവെച്ചു? അത് IIT കാൺപൂരുമായിട്ടാണ്. നെക്സ്റ്റ് ജനറേഷൻ ബ്രോഡ്കാസ്റ്റ് റോഡ് മാപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ദൂരദർശൻ ആരുമായിട്ടാണ് MOU സൈൻ ചെയ്തത്? അത് IIT കാൺപൂർ. ഏതാരുമായിട്ടാണ്? IIT കാൺപൂരുമായിട്ടാണ് അഗ്രിമെന്റ് ഒപ്പുവെച്ചത്, IIT കാൺപൂരുമായിട്ടാണ്. ഓക്കെ, അങ്ങനെയാണ് D2M എന്ന വേർഡിന്റെ ഫുൾ നെയിം എന്താണ്? D2M വേറെ ഒന്നുമില്ല, ഫുൾ നെയിം ഡയറക്ട് ടു മൊബൈൽ എന്നാണ്. ഡയറക്ട് ടു മൊബൈൽ എന്നാണ് D2M എന്ന വേർഡിന്റെ ഫുൾ നെയിം. അപ്പൊ ആ പോയിന്റും അവിടെ മറക്കണ്ട. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് പറയാവുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസറിന് കീഴിലുള്ള ഒരു സ്ഥാപനം
ഒരു സ്ഥാപനം ഈ അടുത്ത കാലത്ത് ഒരു സ്ഥാപനവുമായിട്ട് അഗ്രിമെന്റ് ഒപ്പുവെച്ചു. ആ അഗ്രിമെന്റ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കെമിക്കൽ ഫെർട്ടിലൈസറുകൾ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏത് സ്ഥാപനവുമായിട്ട്? അതായത് നമ്മളെ യൂറിയ, സൾഫൈഡ്, ഫോസ്ഫേറ്റ്, ബൊറാക്സ് അതൊക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏത് സ്ഥാപനം? ഇന്ത്യൻ സ്ഥാപനമല്ല. ആ സ്ഥാപനം ഏതാണ്? ഇതൊരു ബിസിനസ് ടു ബിസിനസ് അഗ്രിമെന്റ് ആണ്. ആ സ്ഥാപനത്തിന്റെ പേര് നാഷണൽ സീഡ് സെന്റർ ഭൂട്ടാൻ ആണ്. നാഷണൽ സീഡ് സെന്റർ ഏത് ഇന്ത്യൻ സ്ഥാപനമാണ്? അപ്പൊ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂട്ടാൻ 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 നാഷണൽ സീഡ് സെന്റർ ഭൂട്ടാൻ നാഷണൽ സീഡ് സെന്റർ ആരുമായിട്ടാണ് ഫെർട്ടിലൈസർ എക്സ്പോർട്ട് അഗ്രിമെന്റ് സൈൻ ചെയ്തെന്ന് ചോദിച്ചു. ആ ഇന്ത്യൻ സ്ഥാപനത്തിന്റെ പേര് എന്താണ്? ബ്രഹ്മപുത്ര വാലി ഫെർട്ടിലൈസർ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയും. ബ്രഹ്മപുത്ര വാലി ഫെർട്ടിലൈസർ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. ഈ സ്ഥാപനം മിനിസ്ട്രി ഓഫ് കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസറിന് കീഴിലാണ്. മിനിസ്ട്രി ഓഫ് കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസറിന് കീഴിലുമാണ്. അങ്ങനെയാണെങ്കിൽ അത് എത്ര വർഷത്തെ അഗ്രിമെന്റ് ആയിരുന്നു? അഗ്രിമെന്റ് പീരീഡ് എത്ര വർഷത്തെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ എത്ര വർഷത്തെ അഗ്രിമെന്റ് പീരീഡ് ആയിരുന്നു? ഇത് 5 വർഷത്തെ അഗ്രിമെന്റ്. 5 വർഷത്തെ അഗ്രിമെന്റുമാണ്. അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, നേപ്പാൾ എന്ന രാഷ്ട്രത്തിന്റെ പ്രസിഡന്റ് ആരാണ്? ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ നേപ്പാളിന്റെ പ്രസിഡന്റ്? ആ പ്രസിഡന്റ് ആരാണ്? അവിടെ KP ശർമ്മ ഒലി എന്ന പ്രധാനമന്ത്രി രാജിവെച്ചു എന്ന കാര്യം നമുക്കറിയാം. ആ നേപ്പാളിന്റെ പ്രസിഡന്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രസിഡന്റ് പേര് രാമചന്ദ്ര പൗദേൽ എന്ന് പറയും. രാമചന്ദ്ര പൗദേൽ എന്ന് പറയും. ഈ നേപ്പാൾ പാർലമെന്റിന്റെ പേരെന്താണ്? ഓക്കെ, അതിന് ഉത്തരം കണ്ടെത്തുക. അതേമാതിരി ഈ നേപ്പാൾ പ്രസിഡന്റ് ഒഫീഷ്യൽ ഹൗസിന്റെ പേര്, ഒഫീഷ്യൽ ഹൗസ് നെയിം എന്താണ്? എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരെന്താണ്? ശീതൾ നിവാസ് എന്ന് പറയാ. നേപ്പാൾ പ്രസിഡന്റ് ഒഫീഷ്യൽ ഹൗസ് ശീതൾ നിവാസ് എന്നാണ്. ആ നേപ്പാളിൽ പുതുതായി നിയമിക്കപ്പെട്ട അറ്റോർണി ജനറൽ ആരാണ്? നേപ്പാളിലെ ഫസ്റ്റ് വുമൺ അറ്റോർണി ജനറൽ. നേപ്പാളിലെ ഫസ്റ്റ് വുമൺ അറ്റോർണി ജനറൽ. ഒരു ഹിമാലയൻ രാഷ്ട്രങ്ങളിൽ ആദ്യമായിട്ടാണ് ഒരു വനിതാ അറ്റോർണി ജനറലായി നിയമിക്കപ്പെടുന്നത്. ആ നേപ്പാളിലാണ് അത് നിയമിക്കപ്പെടുന്നത്. അത് ആരാണെന്ന് ചോദിച്ചു. അവരുടെ പേരെന്താണ്? നേപ്പാൾ സുപ്രീം കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ് ആണ്. അവരുടെ പേരെന്താണ്? സബിത ഭണ്ഡാരി എന്ന് പറയും. എന്താ പേര്? സബിത ഭണ്ഡാരി എന്ന് പറയും. ഓക്കെ, ആ നേപ്പാളിലെ പുതിയ പ്രൈം മിനിസ്റ്റർ ആരാണ്? ന്യൂ PM ആരാണ്? നേപ്പാളിലെ ആദ്യ വനിതാ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി. ആ നേപ്പാളിലെ ആദ്യ വനിതാ വുമൺ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? സുശീല കാർക്കി എന്ന് പറയും. എന്താ പേര്? സുശീല കാർക്കി എന്നും പറയും. അപ്പൊ നേപ്പാൾ പ്രസിഡന്റ് ഔദ്യോഗിക വസ്തുത പേര് ശീതൾ നിവാസ്. എന്താ പേര്? ശീതൾ നിവാസ് എന്നാണ്. നേപ്പാൾ പ്രസിഡന്റ് ഔദ്യോഗിക വസ്തുത പേര് ശീതൾ നിവാസ് എന്നാണ്. നമ്മൾ അൽബേനിയ എന്ന രാഷ്ട്രത്തിലല്ലേ ഒരു AI മിനിസ്റ്റർ വന്നത്? എന്തിനു വേണ്ടിയിട്ടാ? കറപ്ഷനെതിരെ. അതിന്റെ പേര് നമുക്കറിയാലോ. അൽബേനിയയിൽ വന്ന AI മിനിസ്റ്റർ പേര് ഡയല്ല എന്ന് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഓർത്ത് വെച്ചു എന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാവുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ റൂറൽ റോഡ് കണക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്നതിന്റെ ഭാഗമായി ലോഞ്ച് ചെയ്ത പ്രോഗ്രാമിന്റെ പേരെന്താണ്? റൂറൽ റോഡ് കണക്ട് അതിന്റെ പേരെന്താണ്? അതാണ് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന എന്ന് പറയും. ഇവിടെ ചോദ്യം 2025-2026 എത്ര കോടി രൂപയാണ് ഇതിനു വേണ്ടി അനുവദിച്ചത്? ഈ സ്കീം ആദ്യമായി ലോഞ്ച് ചെയ്ത് ഏത് വർഷമാണ് എന്നാണ് ലോഞ്ച് ചെയ്തത്? ഇപ്പോ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയുടെ 4ാമത്തെ ഫേസ് ആണ്. ആ 4ാമത്തെ ഫേസിൽ എത്ര കിലോമീറ്റർ റോഡാണ് നിർമ്മിക്കുന്നത്?
ആ 4ാമത്തെ ഫേസിന്റെ കാലാവധി ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ്? ഓക്കെ, അതിന്റെ ടോട്ടൽ ഔട്ട്ലേ എത്ര കോടി രൂപ? 4ാമത്തെ ഫേസിൽ ടോട്ടൽ ഔട്ട്ലേ എത്ര കോടി രൂപയാണ്? എത്ര കോടി രൂപയാണ്? അത് ഇതും ഈ എന്താ പറയാ, പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പ്രകാരം നിർമ്മിച്ച റോഡുകളുടെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് ലോഞ്ച് ചെയ്ത ഒരു ഫെസിലിറ്റി ഉണ്ട്. എന്താണ് അതിന്റെ പേര്? നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്താണ് അതിന്റെ പേര്? ഈ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയില് എത്ര യോജന 4 എത്ര അൺകണക്റ്റഡ് ഹാബിറ്റേഷൻ, അതായത് റോഡുകളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലോട്ടാണ് ഈ റോഡ് പണിയുന്നത്. അവിടെ ഇത്ര സ്ഥലങ്ങൾ എന്ന് പറയുമ്പോഴും അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ സ്ഥലങ്ങൾ ചുമ്മാ അവിടെ റോഡ് ഇല്ല എന്ന് മാത്രം എടുക്കില്ല, അവിടെ പോപ്പുലേഷൻ നോക്കും. പ്ലെയിൻ ഏരിയാസിലാണ് എത്ര പോപ്പുലേഷൻ വേണ്ടത്, നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ ആൻഡ് ഹില്ലി സംസ്ഥാനം എത്രയാണ് പോപ്പുലേഷൻ വേണ്ടത്. നല്ലൊരു പോയിന്റാണ്, കുറച്ച് പോയിന്റ് അധികമുണ്ട്, ഓർത്ത് വെക്കുക. ചോദ്യം ഇതാണ്: പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന, പ്രധാനമന്ത്രി 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 ഗ്രാം സഡക് യോജന, പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന. ഈ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന എന്ന പ്രോഗ്രാം ഏത് വർഷമാണ് ലോഞ്ച് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ലോഞ്ച് ചെയ്ത് ഡിസംബർ 25 2000-മാണ് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന. അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ എന്താണ്? റൂറൽ കണക്ടിവിറ്റി, റൂറൽ റോഡ് കണക്ടിവിറ്റി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സ്കീം ഫേസ് 4, കറന്റ് വർഷം ഏതാണ്? ഫേസ് 4 ആണ്. ആ ഫേസ് 4 എന്നാ ലോഞ്ച് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ 11, 2024. ഓക്കെ, സെപ്റ്റംബർ 11, 2024 ഫേസ് 4 ലോഞ്ച് ചെയ്ത്. ആ ഫേസ് 4ന്റെ കാലാവധി ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ്? ഫിനാൻഷ്യൽ ഇയർ 24-25 മുതൽ 24-25 മുതൽ 28-29 വരെ, 28-29 വരെയാണ്. ഓക്കെ, ഈ ഫേസ് 4ന്റെ ഔട്ട്ലേ എത്ര കോടി രൂപയാണെന്ന് ചോദിച്ചു. എത്രയാണത്? അത് 70,125 കോടി, 70,125 കോടി, 70,125 കോടി രൂപയുമാണ് 4ാമത്തെ ഫേസിന്റെ ഔട്ട്ലേ. ഇനി എത്ര അൺകണക്റ്റഡ് റോഡുകളില്ലാത്ത എത്ര സ്ഥലങ്ങളിലോട്ട് അൺകണക്റ്റഡ് ഹാബിറ്റേഷൻ മേഖലയിലോട്ട് റോഡ് പണിയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എത്രയാണ്? അത് 25,000 ആണ്. 25,000, 25,000 25,000 പ്ലേസുകളിലോട്ട്. പക്ഷെ 25,000 എന്ന് പറയുമ്പോൾ അവിടെ പോപ്പുലേഷൻ ക്രൈറ്റീരിയ എന്താണ്? ആ പോപ്പുലേഷൻ ക്രൈറ്റീരിയ, ഇപ്പോഴത്തെ പോപ്പുലേഷൻ അല്ല നോക്കുന്നത്, പോപ്പുലേഷൻ ക്രൈറ്റീരിയ. ഓക്കെ, ഔദ്യോഗികമായിട്ട് എന്ത് കാര്യങ്ങൾക്കും പോപ്പുലേഷൻ നോക്കുന്നത് 2011 സെൻസസ് പ്രകാരമുള്ള പോപ്പുലേഷൻ നോക്കുന്നത്. ഓക്കെ, അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലെയിൻ ഏരിയാസിലാണെങ്കിൽ അവിടെ മിനിമം എത്ര ആളുകൾ ഉണ്ടായിരിക്കണം? 500 പ്ലസ് വേണം. ഓക്കെ, ഇനി അത് നോർത്ത് ഈസ്റ്റേൺ ആൻഡ് ഹില്ലി സ്റ്റേറ്റുകളാണെങ്കിൽ എത്രയാണ് വേണ്ടത്? 250 പ്ലസുമാണ്. അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. പിന്നെ ഈ സ്കീമിന് വേണ്ടി 2025-26 ദാറ്റ് മീൻസ് ഈ ഫിനാൻഷ്യൽ ഇയറിൽ എത്ര കോടി രൂപ അനുവദിച്ചു എന്ന് ചോദിച്ചു. എത്രയാണ് അത്? 19,000 crore rupees, 19,000 കോടി രൂപയാണ്. ടോട്ടൽ ഔട്ട്ലെറ്റ് എത്രയാണ്? 70,125 കോടി രൂപ. ടൈം പീരീഡ് 24-25 മുതൽ 28-29 വരെയുമാണ്. ഓക്കെ, അപ്പൊ ആ പോയിന്റ്. ഇനി ഈ 4th ഫേസിൽ എത്ര കിലോമീറ്റർ റോഡാണ് നിർമ്മിക്കുന്നത്? 4th ഫേസിൽ എത്ര കിലോമീറ്റർ റോഡാണ് നിർമ്മിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ റോഡാണ് നിർമ്മിക്കുന്നത്? അത് എത്രയാണ്? 62,500 കിലോമീറ്റർ റോഡുമാണ് നിർമ്മിക്കുന്നത്. ഓക്കെ, ഇതിൽ മോണിറ്റർ ചെയ്യുന്നതിന്റെ ഭാഗമായി ലോഞ്ച് ചെയ്തൊരു ഫെസിലിറ്റി ഉണ്ട്. അതിന്റെ പേര് എന്താണ്? ഇ മാർഗ് എന്ന് പറയും. ഇ മാർഗ് എന്നൊരു ഫെസിലിറ്റി ലോഞ്ച്. മെയിൻ്റനൻസ് റോഡുമായി ബന്ധപ്പെട്ട് ലോഞ്ച് ചെയ്ത ഫെസിലിറ്റിയാണ് ഇത് ഇ മാർഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ പോയിന്റും അവിടെ മറക്കണ്ട. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് പറയാവുന്ന വേറൊരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ അടുത്ത കാലത്ത് നമ്മുടെ ഐ എസ് ആർഒയുടെ ചെയർമാൻ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്
പറഞ്ഞ കാര്യം ഇതാണ്, ഇന്ത്യ അടുത്ത 15 വർഷത്തിനുള്ളിൽ എത്ര സാറ്റലൈറ്റുകളാണ് ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്? ഓക്കെ, നെക്സ്റ്റ് 15 ഇയറിൽ നെക്സ്റ്റ് 15 ഇയറില് ഇന്ത്യൻ സാറ്റലൈറ്റ് ലോഞ്ച് എത്ര സാറ്റലൈറ്റ്? അത് 119 സാറ്റലൈറ്റുകളാണ് ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അരുണാചൽ പ്രദേശിൽ വെച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ ആർമി നടത്തിയ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് എക്സസൈസ് ഉണ്ട്. അതിന്റെ പേരെന്താണ്? ഹൈ ആൾട്ടിറ്റ്യൂഡ് എക്സസൈസ് ഉണ്ട്. അതിന്റെ പേര് എന്താണ്? അതിന്റെ വെർഷൻ 3 ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ആ എക്സസൈസിന്റെ പേര് വേറെ ഒന്നുമല്ല, അതിന്റെ പേര് എന്താ? യുദ്ധ് കൗശൽ 3.0 എന്ന് പറയും. യുദ്ധ് കൗശൽ 3.0 എന്ന് പറയും. ഇതെന്താണ്? ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് എക്സസൈസ് ആണ്. അത് എവിടെ വെച്ച് നടന്നു എന്ന് ചോദിച്ചാൽ, എവിടെ വെച്ചാണ് നടന്നത്? അത് കാമങ് റീജിയൻ. എവിടെയാണ് കാമങ് റീജിയൻ? ഈ കാമങ് റീജിയൻ എവിടെയാണ്? അരുണാചൽ പ്രദേശിലുമാണ്. അങ്ങനെയാണെങ്കിൽ ആര് കണ്ടക്ട് ചെയ്തു? ഇന്ത്യൻ ആർമി. ഇവിടെ ചോദ്യം ഇതാണ്, ഇന്ത്യൻ ആർമിയുടെ ഏത് ഡിവിഷനാണ് കണ്ടക്ട് ചെയ്തത്? ഏത് ഡിവിഷനാണ് ഈ എക്സസൈസ് സംഘടിപ്പിച്ചത്? ഏത്? യുദ്ധ് കൗശൽ 3.0 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാവുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ പാപ്പുവ ന്യൂഗിനി എന്ന രാഷ്ട്രത്തിന്റെ 50ാമത് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഇന്ത്യൻ കപ്പലിലൂടെ പോയ കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കാര്യം അവിടെ മറക്കണ്ട. അങ്ങനെയാണ് എങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമുണ്ട്. ഈ അടുത്ത കാലത്ത് ചൈന ഒരു AI ചാറ്റ് ബോട്ട് ലോഞ്ച് ചെയ്തു. അത് എങ്ങോട്ടാണ് ലോഞ്ച് ചെയ്തത്? നമ്മുടെ ടിയാങ്ങോങ്, ചൈനയുടെ സ്പേസ് സ്റ്റേഷന്റെ പേരാണ് ടിയാങ്ങോങ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചിങ്ങനെയായിരുന്നു, ഒരു മിത്തിക്കൽ മങ്കി കിങ്ങിന്റെ പേരാണെന്നും പഠിച്ചിട്ടുണ്ട്. അതിന്റെ പേരെന്താണ്? ചൈനയുടെ സ്പേസ് സ്റ്റേഷനായ ടിയാങ്ങോങ്ങിലോട്ട് ഡിപ്ലോയ് ചെയ്ത ആ AI പവേർഡ് ചാറ്റ് ബോട്ടിന്റെ പേരെന്താണ്? ജസ്റ്റ് ഒന്നുകൂടിയും പറയുന്നു, അതിന്റെ പേരെന്താ ചിലപ്പോൾ ചോദിക്കാം. വുക്കോങ് AI. WUKONG. വുക്കോങ് AI എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു AI പവേർഡ് ചാറ്റ് ബോട്ടാണ്. ഇത് ആര് ലോഞ്ച് ചെയ്തു? ചൈന ലോഞ്ച് ചെയ്തു. എങ്ങോട്ട് ലോഞ്ച് ചെയ്തു? ചൈന സ്പേസ് സ്റ്റേഷനിലോട്ട്. എന്താ ചൈനയുടെ സ്പേസ് സ്റ്റേഷന്റെ പേര്? അതിന്റെ പേരാണ് എന്ത്? ടിയാങ്ങോങ് എന്ന്. എന്താ പേര്? ടിയാങ്ങോങ് എന്ന സ്പേസ് സ്റ്റേഷനിലോട്ട്. അപ്പൊ ആ പോയിന്റ് അവിടെ മറക്കണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ എയർലൈനുകളുമായി ബന്ധ സംഘടന അയാട്ട എന്ന് പറയുന്ന സംഘടന, ആ അയാട്ടയുടെ എത്രാമത്തെ ആനുവൽ അസംബ്ലി മീറ്റിംഗ് അപ്പൊ നടക്കാൻ പോകുന്നത്? അയാട്ട 2025 ആനുവൽ അസംബ്ലി മീറ്റിംഗ്. എത്രാമത്തെ മീറ്റിംഗ് ആണ് 2025 നടക്കുന്നത് എന്ന് ചോദിച്ചാൽ എത്രാമത്തെയാണ് അത്? അത് 42ാമത്തെയാണ്. എവിടെ വെച്ചിട്ടാണ്? മോൺട്രിയാൾ, കാനഡ. മോൺട്രിയാൾ എന്ന സ്ഥലം. ഈ മോൺട്രിയാൾ എന്ന സ്ഥലം എവിടെ? കാനഡയിലുമാണ്. ഇവിടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അതിൽ വെച്ചിട്ട് നമ്മുടെ അയാട്ടക്കാര് ഒരു കാര്യം പറഞ്ഞു. എന്താണ്? നമ്മുടെ ഈ ലോകത്ത് പൈലറ്റുമാരെ ഭയങ്കര ഷോർട്ടേജ് ആണ്. അപ്പൊ പൈലറ്റുമാരുടെ റിട്ടയർമെന്റ് ഏജ് കൂട്ടണം എന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ പൈലറ്റുമാരുടെ റിട്ടയർമെന്റ് ഏജ് എത്ര വയസ്സാക്കാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്? 67 വയസ്സാണ് പൈലറ്റുമാർ റെക്കമെൻഡഡ് റിട്ടയർമെന്റ് ഏജ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ചിലപ്പോൾ ചോദിച്ചാൽ ഒന്ന് ഓർത്ത് വെക്കുക. 67 വയസ്സ് റിട്ടയർമെന്റ് ഏജ് പറയുന്നത്. 67 വയസ്സുമാണ്. അങ്ങനെയാണ് എങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടിയും പറഞ്ഞ് നമുക്ക് നിർത്താം. ആ ചോദ്യം വേറെ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയ ചോദ്യം തന്നെ ആവട്ടെ. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ വളരെ സിമ്പിൾ ആയുള്ള ചോദ്യം. ഈ അടുത്ത കാലത്തായിട്ട് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഒരു വെബ് പോർട്ടൽ ലോഞ്ച് ചെയ്തു. അത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. ഓക്കെ,
അത് എന്തുമായി ബന്ധപ്പെട്ടുള്ള വെബ് പോർട്ടലാണ്? അത് നമ്മളെ സൈബർ ക്രൈമുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് തുക കണ്ടെത്തി കഴിഞ്ഞാൽ അത് റീഫണ്ട് ചെയ്യുന്ന ഒരു വെബ് പോർട്ടൽ. എന്താണ് അതിന്റെ പേര്? ഓക്കെ, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ലോഞ്ച് ചെയ്ത സൈബർ ക്രൈം റീഫണ്ട് പോർട്ടലിന്റെ പേര് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരെന്ത്? തേരാ തുച്കോ അർപ്പൺ. എന്താ പേര്? തേരാ തുച്കോ അർപ്പൺ. ഓക്കെ, സ്പെല്ലിംഗ് ഒക്കെ നോക്കുക. തേരാ തുച്കോ അർപ്പൺ. ഓക്കെ, അപ്പൊ ആ പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കുക. തൽക്കാലം ഇന്ന് ഇവിടെ നിർത്തുന്നു. നോട്ടുകൾ അയച്ചു തരാം. അടുത്ത ദിവസം ബാക്കി കാണാം. എക്സാം ഉള്ളവർ എക്സാം പഠിക്കുക, അടുത്ത ദിവസം ഇരിക്കുക. താങ്ക് യു.